എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യത്തെ റീല് 93 വീഡിയോ എടുത്തപ്പോൾ ഒരു 30 സെക്കൻഡ് റീല് ചെയ്ത വാഴ പറഞ്ഞിട്ട് മൂവി ആയിട്ട് അതിൽ സാഫ് ബോയിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. മറ്റേ എന്താ പറയുക, എല്ലാം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് അൾട്ടിമേറ്റ്ലി ദേ ആർ മോർ കൺഫ്യൂസ്ഡ് വേണമെങ്കിൽ പറയാം. പക്ഷേ ഐ വാസ് നോട്ട് കൺഫ്യൂസ്ഡ്. ഇപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു കരിയർ മാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിപ്പിച്ച വേറൊരു സാധനമുണ്ട്. എനിക്ക് 3rd സെമസ്റ്ററാണ് ലൈഫിൽ ആദ്യമായിട്ടൊരു ബാക്ക് പേപ്പർ അല്ലെങ്കിൽ ഒരു ഫെയിലിയർ എന്ന പേപ്പർ നടക്കുന്നത്. ഞാൻ ബയോളജി ബാക്ക്ഗ്രൗണ്ടാണ്, പക്ഷെ എനിക്ക് ഗെയിം ഡെവലപ്പർ ആണ്. അല്ല, മൊത്തത്തിൽ ഒക്കില്ലല്ലോ, ബയോളജി ബാക്ക്ഗ്രൗണ്ട്, ഗെയിം ഡെവലപ്പർ. ഇന്നത്തെ പോഡ്കാസ്റ്റ് ഞാൻ കുറച്ച് നെർവസ് ആണ്. കാരണം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം, നമ്മളെ ചർച്ച റിസ്വാൻ്റെ കൂടെയാണ്. എൻ്റെ നെറ്റ്വർക്കിൽ ഏറ്റവും ബിഗസ്റ്റ് പോഡ്കാസ്റ്റർ, ശരിക്കില്ല ഓഡിയോ പോഡ്കാസ്റ്റിംഗ് ഏറ്റവും ബിഗസ്റ്റ് ചെയ്യുന്നത് ഐ തിങ്ക് ഇറ്റ് ഈസ് റിസ്വാൻ. ഇപ്പം റിസ്വാൻ അത്ര ആക്റ്റീവ് അല്ല, കാരണം അവനവൻ്റെ സ്വന്തം ബിസിനസ് ബിൽഡ് ചെയ്യാണ്, വിച്ച് ഇസ് ഹാരിസൺ കോ അക്കാഡമി. അപ്പം ഓവർ ടു റിസ്വാൻ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഫോർ യുവർ ടൈം. വേറെ ഒരു ഗൂഗിൾ ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ നടത്താൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞാലോ? എന്നാൽ അതിപ്പോൾ പറ്റും. store.link എന്ന ടൂള് വെച്ചിട്ട്. store.link ആണ് നമ്മുടെ ഇന്നത്തെ സ്പോൺസർ. ഇങ്ങനത്തെ സ്പോൺസേഴ്സ് കാരണമാണ് ഞങ്ങൾക്ക് കൂടുതൽ എപ്പിസോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ബാക്ക് ടു ദ എപ്പിസോഡ്. ഞാനും കുറച്ച് ഇങ്ങനെ ബാക്ക് സീറ്റിലിരിക്കുക, കാരണം ആദ്യമായിട്ടാണ് ഇപ്പഴത്തെ സീറ്റിലിരിക്കണേ. ഇപ്പഴത്തെ ഇത് ഇന്റർവ്യൂ അല്ല, ഇത് നമ്മള് വെറുതെ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് നമ്മള് കോളേജ് ഡേയ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ തൊട്ടിട്ടാണ് നമ്മൾ നോർമലി ജേണി മാപ്പ് ചെയ്യല്. എവിടുന്ന് തുടങ്ങി ഇപ്പം എവിടെയാണോ വന്ന് നിൽക്കുന്നത്? എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യണത് ആക്ച്വലി ഞാൻ 8th ഗ്രേഡ് തൊട്ടാണ് ഞാൻ എപ്പോഴും പറയും. കാരണം വെച്ചാൽ അതിന് മുന്നേ ഞാൻ ഒരു NRI ആയിരുന്നു. അവിടുന്ന് മാറിയിട്ട് ഒരു ട്രാൻസിഷനിലാണ് നാട്ടിലേക്ക് വന്നിട്ട് അവിടുന്ന് എൻറ്റയർ ഫുൾ ബാക്ക്ഗ്രൗണ്ടേ മാറി ഗവൺമെന്റ് സ്കൂളിൽ വന്നിട്ട് പഠിക്കുകയാണ്. NRI എന്ന് പറയുമ്പോൾ എവിടെ? സൗദി ആയിരുന്നു, ജിദ്ദയിലായിരുന്നു. ആൻഡ് അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് നാട്ടിൽ പഠിക്കണം, നാട്ടിൽ വരണം. ഈ വെക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ കിഡ്സിന് ഉണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്ന ഒരു ചിന്തയിൽ നാട്ടിലേക്ക് മാറി, ഫോഴ്സ് ചെയ്തു. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഒരു ഗവൺമെന്റ് സ്കൂളിൽ ജോയിൻ ചെയ്തു. അതുവരെ ഒരു വെരി ഇൻട്രോവേർട്ടഡ് ഒബീസ് NRI ഒക്കെ ഉണ്ടായിരുന്ന ഞാൻ ഈ ഗവൺമെന്റ് സ്കൂളിലേക്ക് വന്ന് പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുക, പുതിയ കൾച്ചറൊക്കെ വരുന്നത് ഐ കൈൻഡ് ഓഫ് സ്റ്റാർട്ടഡ് ടു അക്യുമുലേറ്റ് ഇൻ ടു ഇറ്റ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ പിക്കപ്പ് ചെയ്തു. അതുവരെ എന്നിട്ട് അങ്ങനെയാണ് കുറച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കഴിഞ്ഞ് 11th 10th 8th ആ സമയത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അതുവരെ സൗദിയിൽ ഞാനും അനിയനും മാത്രം ഉണ്ടായിരുന്ന ലോകത്തിന്റെ പുറത്ത് ഇവിടെ വന്ന സമയത്തൊക്കെ ആയിട്ട് ക്രിക്കറ്റ് വന്നു, ഫുട്ബോൾ വന്നു, ആർട്സ് വന്നു, ഡ്രാമ വന്നു, ലൈക്ക് റൈറ്റിംഗ് ഒരുപാട് സ്കിൽസ് ഇങ്ങനെ പിക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. ആൻഡ് അതിനൊക്കെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് സ്കൂള് മാറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 11th 12th ഒക്കെ കഴിഞ്ഞിട്ടായിട്ട് ആൻഡ് ഐ വാസ് ഗുഡ് ഇനഫ് വിത്ത് അക്കാഡമിക്സ്. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പം വാഴ പറഞ്ഞിട്ടൊരു മൂവി ആയിട്ട് അതിൽ സാഫ് ബോയിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. മറ്റേ എന്താ പറയുക, എല്ലാം പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് അൾട്ടിമേറ്റ്ലി ദേ ആർ മോർ കൺഫ്യൂസ്ഡ് വേണമെങ്കിൽ പറയാം. പക്ഷേ ഐ വാസ് നോട്ട് കൺഫ്യൂസ്ഡ്. ഇപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു കരിയർ മാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കരിയർ മാപ്പിംഗ് അതെന്താണ്? അതായത് എന്താ പറയുക, നമുക്ക് പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ കുറെ ടെസ്റ്റ് ഒക്കെ വെച്ചിട്ടായിട്ട് നമ്മൾ ചെയ്തിട്ട് റിപ്പോർട്ടൊക്കെ തരും. ഞാൻ സിജിയിലൊരു ആക്റ്റീവ് മെമ്പറും ട്രെയിനറൊക്കെ ആയിരുന്നു ആ സമയത്താണ് 11th 12th ഒക്കെ പഠിക്കുന്ന സമയത്താണ്. സോ എൻ്റെ കരിയർ മാപ്പ് സമയത്ത് ലൈക്ക് ഐ വാസ് ഹാവിങ് ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഏത് ഏരിയയിലേക്ക് വേണമെങ്കിൽ തിരിയാന്നുള്ളതായിരുന്നു. ആൻഡ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഒബ്വിയസ്ലി വീട്ടുകാർ ദേ ഹാഡ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു UPSC ട്രൈ ചെയ്യണം എന്നൊക്കെ ആയിട്ട്. അങ്ങനെ UPSC ഞാനിങ്ങനെ ചിന്തിച്ചു, UPSC IPS ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ വെച്ച്. ഈ UPSC പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റ് ആണോ? IPS IAS ഒക്കെ ആയിട്ടുള്ള. അങ്ങനെ അതിന്റെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ നോക്കുന്ന സമയത്തൊക്കെ എനിക്കത് കിട്ടിയില്ല. ഡൽഹിയിൽ ഒരു സ്ഥലത്ത് കിട്ടണമല്ലോ, അത് കിട്ടിയില്ല. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടായിട്ട് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാള് സീറ്റ് കാര്യങ്ങളൊക്കെ ആക്കാശ് ഞാൻ അതിന്റെ ഡ്രസ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ പിന്നെ ലാസ്റ്റ് എല്ലാവരെയും പോലെ എൻ്റെ ഒരു 10-13 ഫ്രണ്ട്സ് ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഐ ലവ്ഡ് ഗെയിംസ്. അപ്പം എനിക്കൊരു ഗെയിം ഡെവലപ്പർ ആയാൽ കൊള്ളാം എന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആ സമയത്ത് FIFA കളിച്ച് നടക്കുന്ന ഒരു സമയം, PS2 ഒക്കെ ഉള്ള സമയത്താണ്. അപ്പൊ പിന്നെ ഞാനും കുറേ കളിച്ചിട്ടുണ്ട്.
PS2 ഒക്കെ അപ്പൊ അന്നത്തെ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ തീരുമാനിച്ചു. ഫിഫ, NFS, കോൾ ഓഫ് ഡ്യൂട്ടി, കൗണ്ടർ സ്ട്രൈക്ക് ഇതൊക്കെ കളിക്കണം. പക്ഷെ ഞാൻ ബയോളജി ബാക്ക്ഗ്രൗണ്ടാണ്, പക്ഷെ എനിക്ക് ഗെയിം ഡെവലപ്പർ ആവണം. അല്ല മൊത്തത്തിലൊരു ഒക്കില്ലല്ലോ, ബയോളജി ബാക്ക്ഗ്രൗണ്ട്, ഗെയിം ഡെവലപ്പർ. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ പോയിട്ട് കമ്പ്യൂട്ടർ സയൻസിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ എടുത്ത്, പിന്നെ കാണിച്ച ഫ്രണ്ട്സ് ഉണ്ടല്ലോ രീതിയിലായിട്ട്. എന്നിട്ട് ഞാൻ പോയിട്ട് കോഡിങ് പഠിച്ച്. വെക്കേഷൻ ഉണ്ടായിരുന്നു, വെക്കേഷൻ ഞാൻ 1-2 months പോയിട്ട് കോഡിങ് പഠിച്ച്. +2 കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് കോളേജിൽ പോയി. കോളേജിൽ അവിടെ എത്തി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര സീനാണ്, എഞ്ചിനീയറിംഗ് നമുക്ക് നടക്കൂല എന്നുള്ള സാധനം. പിന്നെ ഓൾറെഡി അവിടെ ലൈക്ക് എന്താ പറയുക, ഫിനാൻഷ്യലി ഉള്ള കമ്മിറ്റ്മെന്റ് ഒന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തീരുമാനിച്ചു. ഫസ്റ്റ് ഇയർ വാസ് ചിൽ എന്ന് വെച്ചാൽ അവിടെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലിറ്ററലി പറയുകയാണെങ്കിൽ ഞാൻ എന്നാൽ പിന്നെ ഒരു സെക്കൻഡറി ഡിഗ്രിയും കൂടെ എടുക്കുക, എഞ്ചിനീയറിംഗ് ഭയങ്കര ഈസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഷോ കാണിച്ചൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3rd semester എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, കോറിലേക്ക് പോകുന്ന സമയത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ മേഖലയല്ല. കാരണം നമ്മൾ അവിടെ ഇരുന്നിട്ട് കുറേ വർക്ക് ചെയ്യണം, പിന്നെ എനിക്ക് ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ള സാധനം എനിക്ക് നന്നായിട്ട് അന്നേ ബോധം ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഞാൻ 3rd semester ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ ഡ്രോപ്പ് ചെയ്യാൻ വന്ന സമയത്തൊക്കെ അഗെയിൻ വീണ്ടും കുറച്ച് ഇഷ്യൂസ് കാരണം ഞാൻ ഡ്രോപ്പ് ചെയ്തില്ല. പക്ഷെ അവിടെ ഞാൻ എടുത്തൊരു തീരുമാനം വെച്ചാൽ ഞാൻ ഒരിക്കലും ആ ഒരു മേഖലയിലേക്ക് ജോലിയിൽ പോവില്ല. അങ്ങനെ അവിടുന്ന് ഓക്കെ ഇതെല്ലാം എന്റെ കരിയർ എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു. 3rd സെമസ്റ്ററിലാണ് തിരിച്ചറിവ് വന്നത്. 3rd സെമസ്റ്ററിലാണ് തിരിച്ചറിവ് വന്നിട്ട് വളരെ നേരത്തെയാണ്. ഞാനൊക്കെ ബിസിനസ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് തിരിച്ചറിയുന്നത് ഇത് സമയമായിട്ടില്ല. അത് ഇല്ല, ആ തിരിച്ചറിവുള്ള ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചില്ലറ സൈഡ് ഹസൽസ് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോണ സാധനം ഇതായിരിക്കൂല എന്നുള്ള സാധനം എനിക്ക് ബോധമുണ്ട്. പക്ഷെ കൺഫർമേഷൻ വരുന്നത് 3rd സെമസ്റ്ററിലാണ്. ഇത് ഞാനിതൊക്കെ ചെയ്യലുണ്ടായിരുന്നു, പല ബിസിനസ്സുകളും സ്കൂളിലായിരുന്നപ്പോഴും കോളേജിലായിരുന്നപ്പോഴും. പക്ഷെ ആ സമയത്തൊന്നും ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളായി മാറും ഒരിക്കലും എനിക്ക് ബോധമല്ലായിരുന്നു. ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ജോലി കിട്ടണം. ഇപ്പൊ തൽക്കാലം ഒരു രസത്തിന് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്നിട്ട് അപ്പോൾ ഈ കോളേജിൽ 3rd സെമസ്റ്റർ അവിടെ നിന്ന് തൊട്ടിട്ടായിട്ട് ഞാൻ എടുത്തൊരു ഡിസിഷനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ഈ ലൈക്ക് വാട്ട് ഐ നീഡ് ടു ബി ഇവൻച്വലി അതിന് വേണ്ടിയിട്ടായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു സാധനമാണ്. ഞാൻ അന്നേരം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ എൻ്റെ മെന്റേഴ്സ് ആയിട്ട് കണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലൊക്കെ ഞാൻ കണ്ടൊരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ. മെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ആ സമയത്ത് ജയ് ഷെട്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ടിം ഫെറിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ അബ്ദുൽ കലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ അതല്ലാതെ എൻ്റെ ഉപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലൈക്ക് കുറെ നോക്കിക്കണ്ടുണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഇവരിലൊക്കെ ഞാൻ കണ്ടൊരു സാധനം വെച്ചാൽ ഇവരൊക്കെ ആൾക്കാരടുത്ത് ഭയങ്കര ലൈക്ക് ദേ നോ ഹൗ ടു മാനേജ് പീപ്പിൾ. അത് കോൺവെർസേഷനിലായിക്കോട്ടെ, ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് അറിയാം. മാത്രമല്ല ഇവരൊക്കെ പ്രോംപ്റ്റ് ചെയ്യുന്നതും ദേ നോ ഹൗ ടു ലൈക്ക് കൺവിൻസ് സംവൺ, ഓഡിയൻസ് അറിയാം. സോ ആ സംഭവം പഠിക്കണം എന്നുള്ളതായി. പിന്നെ ഐ ഇൻവെസ്റ്റഡ് മൈ സെൽഫ് ഓൺ ദാറ്റ്. അതൊക്കെ ഇത്ര നേരത്തെ അതൊക്കെ മനസ്സിലാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ ഐ തിങ്ക് അതിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യണത് പോഡ്കാസ്റ്റ് എന്നാണ്. ലൈക്ക് ഞാൻ മുന്നേ ചെറുപ്പത്തിലെ പാട്ട് കേൾക്കാൻ അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല. ഇപ്പോഴും അങ്ങനല്ല. പാട്ട് ലൈക്ക് ഐ എം നോട്ട് ഇൻ ടു സോങ്സ്. ഇപ്പൊ മുന്നേ ഇവൻ ഫ്രീ ടൈം ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ജിമ്മിലാണെന്നുണ്ടെങ്കിലും റണ്ണിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഐ തിങ്ക് ഐ റിമെമ്പർ 12th ഒക്കെ തൊട്ടിട്ട് തന്നെ ഞാൻ പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ 12th പഠിക്കുന്ന സമയത്ത് തന്നെ. ആൻഡ് അത് ഉണ്ടാക്കിയ കുറെ റെവല്യൂഷൻ. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയാം, എന്താണ് കേൾക്കുന്നത്? സ്പെസിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓൺ പേർപ്പസ് കേൾക്കും, ഒരുപാട് കേൾക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇന്നാളെ പോഡ്കാസ്റ്റിന് അപ്പുറത്തേക്കായിട്ട് ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പം ജോർദൻ പീറ്റേഴ്സൺ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ്. ഈ ജോർദൻ പീറ്റേഴ്സണൊക്കെ ആ സമയത്ത് ഞാൻ ലെക്ചേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോർദൻ പീറ്റേഴ്സൺ എന്താണ് ചെയ്യുന്നത്? അയാൾ ഒരു സ്പീക്കറാണ്. ഐ തിങ്ക് സൈക്കോളജിസ്റ്റ്, ലൈക്ക് ഡോക്ടർ ഇതൊക്കെയാണ്. പിന്നെ ഇപ്പോൾ വൈ കോമ്പിനേറ്റർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഹാർവേഡിന്റെ ഇതായിക്കോട്ടെ, ഞാൻ കേട്ടുണ്ടായിരുന്ന ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഐ ഹാഡ് എക്സ്പോഷർ ടു ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് നോളജ്, ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾക്ക് ഐ യൂസ് ടു ബിലീവ്, ഇപ്പോഴും ഞാൻ ബിലീവ് ചെയ്യണത് ഞാൻ പ്രായത്തിനേക്കാളും മേലെ, എല്ലാവരും ഞാൻ കംപ്ലൈൻ്റ് ആയി കണ്ടൊരു സാധനമാണ്, ഞാൻ പ്രായത്തിനേക്കാളും മേലെ ഇൻഫർമേഷൻ ഗ്രാദർ ചെയ്തിട്ട് ചെറുപ്പത്തിലെ വയസ്സായ ഒരാളാണ് ഞാൻ മുന്നേ ചിന്തിക്കാറുള്ളത്. അല്ല, പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം,
എങ്ങനെയാണ് അങ്ങനെ ഒരു ക്വാളിറ്റി വരുന്നത്? എനിക്ക് ഇങ്ങനെ പോഡ്കാസ്റ്റുകൾ കേൾക്കണം, ആൾക്കാരെ കുറിച്ച് അറിയണം, ആ ഒരു ക്വാളിറ്റി എവിടെ നിന്നായിരിക്കും വന്നത്? എന്നെ വളർത്തിയ രീതി ആയിരിക്കും കേട്ടോ. ഞാൻ ചിന്തിച്ച അതിനൊരു സാധനം കണ്ടെത്തിയെന്ന് വെച്ചാൽ അപ്പൊ എൻ്റെ ഉപ്പ ഉമ്മ ഒന്നും ഇന്നേ വരെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. പലപ്പോഴും ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നത് ഇവർ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും, കാരണം നമ്മളെപ്പോഴും പറയും ഫ്രീഡം എന്നൊക്കെ പറഞ്ഞില്ല, കാര്യം ഒന്നും ഇടപെടുന്നില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. സംടൈംസ് യു നീഡ് someone to say okay ഇത് ഇങ്ങനെ ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഇത് വേണ്ട ഇത് വേണം എന്നൊക്കെ പറയുന്നതിലൊക്കെ. അപ്പോൾ ചെറുപ്പത്തിലെ നിനക്കറിയാലോ നീ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഞാനും അതേപോലെ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ എനിക്ക് ഇപ്പോൾ എക്സ്റ്റെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോക്കറ്റ് മണി ആയിട്ട് പോലും ഉപ്പാരുടെ അടുത്ത് നിന്ന് ഒരു പൈസ വാങ്ങിക്കാന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് ഓൺ മൈ ഓൺ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ ചിലവാക്കുന്ന കാര്യം ഞാനായിട്ട് ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടായിട്ട് സ്റ്റാർട്ടഡ് ഒക്കെ ഞാൻ മുന്നേക്കെ ട്യൂഷൻസ് ഒക്കെ എടുത്തു തുടങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടിയൊക്കെ ചെയ്തു തുടങ്ങും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്നത്. ആ സമയത്ത് എനിക്ക് മനസ്സിലായൊരു സംഭവമാണ്, എവിടെയോ വെച്ചിട്ടായിട്ട് ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് യു ഹാവ് ടു ബി ഹാവിങ് നോളജ് ദാൻ എവരി വൺ. മറ്റുള്ള ആളെക്കാളും കൂടുതൽ യു ഷുഡ് നോ, എന്നാൽ മാത്രമേ നിങ്ങൾ അവരെക്കാളും ബെറ്റർ ആവുന്നുള്ളൂ. അത് ഹവർ ഇറ്റ് ഇസ് അത് നിങ്ങൾ കോളേജിലോ സ്കൂളിലോ പോകണമെന്നില്ല. ആൻഡ് ഇപ്പം ഞാൻ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയൊരു സംഭവമാണ്, ഞാൻ എൻ്റെ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും വൃത്തിക്ക് പഠിച്ചിട്ടില്ല. ചില ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് ടീച്ചറുണ്ട്, സന്ധ്യ ടീച്ചർ. അതേപോലെ തന്നെ ജോഗ്രഫിക്ക് ഞങ്ങൾക്ക് വിലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ 12th 11th ഒരു വിനോദ് സാർ ഉണ്ടായിരുന്നു. ഇവരൊന്നും ആരും സബ്ജക്ട്സ് പഠിപ്പിച്ചിട്ടില്ല. ഇവരൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പീപ്പിൾ സ്കിൽസ് ആണ്. അത് അവർ ഓരോരുത്തർക്കും ഇടപഴകുന്ന രീതി. ഇപ്പൊ സന്ധ്യ ടീച്ചറുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ടീച്ചർ ഒന്നും ഒരാളെ അടിക്കുക വരില്ല, പക്ഷെ നാവ് കൊണ്ട് ഷീൽ മേക്ക് ഷുവർ ദാറ്റ് അതർ പേഴ്സൺ നോ എന്താണ് എനിക്ക് ഇൻസൾട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ക്ലിയർലി കൊടുക്കേണ്ട പോലെ കൊടുക്കും. സോ ദാറ്റ് വാസ് ഓക്കെ, ഇങ്ങനെയും ആൾക്കാരെ മാനേജ് ചെയ്യാം. വിലാസ് ടീച്ചർ നേരെ ഓപ്പോസിറ്റാണ്. ഷീ യൂസ് ടു ബി സ്ട്രെയിറ്റ് ഫോർവേഡ്. ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും. വിനോദ് സാറിൻ്റെ അടുത്ത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അയാളുടെ ഡിപ്ലോമസി ഇങ്ങനെ നിൽക്കും. സോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യായിരുന്നു. അതൊക്കെ അവിടെ പിക്ക് ചെയ്താണ്. അപ്പൊ അപ്പോഴേ എനിക്കറിയാം ഇവരാരും പഠിപ്പിക്കുന്നത് സബ്ജക്ട്സ് അല്ല. കാരണം ആരും സബ്ജക്ട്സ് പഠിച്ചിട്ടായിട്ട് ഒന്നും ചെയ്യുന്നില്ല നല്ല സാധനം. ഇപ്പൊ എൻ്റെ കസിൻസും ഫാമിലിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഗൾഫ് ബേസ് ചെയ്തിട്ടാണ്. അവരൊക്കെ കോളേജും സ്കൂളൊക്കെ പോയിട്ടുണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ കാർണോറൊക്കെ ഐ തിങ്ക് 15-16 ക്ലാസ്സിൽ ബാംഗ്ലൂരൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഒരു ചായക്കടയിലൊക്കെ നിന്ന് അവിടെ നിന്ന് ഇംഗ്ലീഷ് ബുക്ക് നോക്കി പഠിച്ച് പിന്നെ ദുബൈ പോയി പിന്നെ ബിസിനസ് ബിൽഡ് ചെയ്ത ആളാണ്. അപ്പോൾ അവരൊന്നും സബ്ജക്ട്സ് പഠിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല. അവരൊക്കെ സെൽഫ് ലേൺ ചെയ്തിട്ടാണ് പല കാര്യങ്ങൾ വെച്ചത്. അപ്പോഴേ ഞാൻ മനസ്സിലാക്കണം ഓക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ബിസിനസ്സിലുണ്ട്, എനിക്ക് ആ സമയത്ത് ഫിറ്റ്നസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് ആ സമയത്ത് ആൾക്കാരോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇൻസെക്യൂർ ആണ്. അപ്പോൾ ഇൻസെക്യൂരിറ്റി ബിൽഡ് ചെയ്യണം എന്നുള്ള മാറ്റണം എന്നുള്ള സമയത്തൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. സംവെയർ ഞാൻ ഈ പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്പീച്ച് കേൾക്കുന്ന സമയത്തൊക്കെ ഇറ്റ് യൂസ് ടു ആഡ് സംതിങ് ഓൺ ടു മീ. ഓക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം, ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ ഐ ഫെൽറ്റ് ഓക്കെ അത് എനിക്ക് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ നോട്ട് ഐ യൂസ് ഇറ്റ്. സോ മേ ബി നോയിങ്ലി ഓർ അൺനോയിങ്ലി ഞാൻ പിക്കപ്പ് ചെയ്തൊരു സാധനമാണ് ആ സംഭവം. ദെൻ ഐ ടുക്ക് ഇറ്റ്. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കും അറിയാത്തൊരു സാധനം എനിക്ക് അറിയാമെന്നുള്ളൊരു സാധനം വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്കെ എനിക്ക് എന്തൊക്കെയോ അറിയാം എന്നൊരു ഫീലിംഗ് വരും. സോ ദാറ്റ് ആഡ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അങ്ങനെയാണ് കോളേജ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ കോളേജ് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ ആയിട്ട് വൺ തിങ് എല്ലായിടത്തും റെക്കമെൻഡ് ചെയ്യുന്നതും സ്റ്റുഡൻസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം. അതേപോലെ തന്നെ ഞാൻ ചെയ്ത റൈറ്റ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ ഇരുന്നിട്ടില്ല, ക്ലാസ് റൂമിന്റെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ടു അറൗണ്ട് പീപ്പിൾ. ഞാൻ ആരൊക്കെ കാണാൻ പറ്റുമോ, ആരടുത്തൊക്കെ സംസാരിക്കാൻ പറ്റുമോ, ആരടുത്തൊക്കെ ഇടപഴകാൻ പറ്റുമോ അതിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ ഫാഷൻ ഷോസിൽ പോലും ഓർഗനൈസ് ചെയ്യാനായിട്ടും ടീമിന്റെ ബാക്കിലൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പാസ്സായി. അത് അറ്റൻഡൻസ് താങ്ക്ഫുൾ ടു ഓൾ ദി HODs എന്നാണെങ്കിൽ പറയാം. ഒരു സെമസ്റ്ററിൽ പോലും 50% മേലെ അറ്റൻഡൻസ് ഉണ്ടായിട്ടില്ല എനിക്ക്. പക്ഷെ എല്ലാ പ്രാവശ്യം അവർ പറയും ഡീറ്റെയിൻ എന്നുള്ളത്. പക്ഷെ സംഭവം കയറ്റി വിട്ട് എന്നാണെങ്കിൽ പറയാം. കുറെ പ്രാവശ്യം അധികം പ്രശ്നങ്ങളൊന്നും അവർക്ക് വലിയ തലവേദന ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വെക്കേഷൻ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അറ്റൻഡൻസിന് വേണ്ടിയിട്ട് ഞാനും കുറച്ച് ആൾക്കാർ അവിടെ കോളേജിലുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് വെക്കേഷൻ ഇല്ല, കാരണം ആ സമയത്താണ് നമ്മൾ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ അങ്ങനെ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തതാണ്. പിന്നെ എഞ്ചിനീയറിംഗ് ഇതേപോലെ പഠിപ്പിച്ച വേറൊരു സാധനമുണ്ട്. എനിക്ക് 3rd സെമസ്റ്ററാണ് ലൈഫിൽ ആദ്യമായിട്ടൊരു ബാക്ക് പേപ്പർ അല്ലെങ്കിൽ ഒരു ഫെയിലിയറിന്റെ പേപ്പർ നടക്കണേ. അപ്പോൾ ആ ഫെയിലിയർ പഠിപ്പിച്ചു തന്ന കുറേ സാധനം, അല്ലെങ്കിൽ ആ ബാക്ക് പേപ്പർ പഠിപ്പിച്ചു തന്ന കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സബ്ജക്റ്റിൽ ഫെയിൽ ആവാന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. കാരണം ചെറുപ്പം തൊട്ടേ ആരെങ്ങനെ എക്സാം വരിക്കുന്നത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും
ക്ലാസ്സിൽ ഞാനായിരിക്കും, എനിക്ക് മാർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് 10th 12th വരെയൊക്കെ. അത് മാറിയിട്ട് കോളേജ് തന്ന ഒരു സാധനമുണ്ട്, എക്സ്പോഷർ ഉണ്ട് ആ കാര്യത്തിൽ. പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനും 3rd സെമസ്റ്ററിൽ ഫെയിൽ ആയിരുന്നു ഫസ്റ്റ് പേപ്പർ. എങ്ങനെയുണ്ട് ആ സാധനം? ലൈക്ക് അതിൽ നിന്നുണ്ടോ പഠിച്ച? എനിക്ക് തോന്നുന്നത്, എനിക്ക് ശരിക്കും റീകോൾ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അത് ഫസ്റ്റ് ഞാൻ ഫെയിലായി. എനിക്ക് ആ ഫീലിംഗ് എടുക്കാൻ പറ്റണില്ല. ഞാൻ ഫെയിലായിട്ട് ഐ വാസ് ഷേക്കൺ. അതായത് പിന്നെ അതുവരെ ഫെയിലിയർ, നീ പറഞ്ഞ പോലെ ഫെയിലിയർ എന്താന്ന് ഞാനും അറിഞ്ഞിട്ടില്ല. എല്ലാം പാസ്സായി പോവും. പാസ്സല്ല, അത്യാവശ്യം നല്ല മാർക്കോട് കൂടി തന്നെ രക്ഷപ്പെട്ടു പോവും. പക്ഷെ കോളേജിലെത്തി ഫസ്റ്റ് ഫെയിലിയർ ഉണ്ടായി. പക്ഷേ ഈ 3 Idiots'ൽ കാണുന്ന ആ സീനാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എൻ്റെ കൂടെ ഫെയിലായ എൻ്റെ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് ആ സമയത്ത് എനിക്ക് കോപ്പപ്പ് ചെയ്യാൻ അതാണ് ആക്ച്വലി ഹെൽപ്പ് ചെയ്തത്. അവരും ഉണ്ടല്ലോ കൂടെ. പിന്നെ അതൊക്കെ പാസ്സായി. അടുത്ത സെമിസ്റ്ററിൽ അത് പാസ്സായി. പക്ഷെ ഞാൻ കോപ്പ് ചെയ്തത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബാക്കിയുള്ളവരും കൂടെ ഉണ്ട്. അപ്പം എന്തോ ഇവരും ഉണ്ടല്ലോ, അപ്പം ഇവർ ശരിയാക്കുമ്പോൾ ഞാനും ശരിയാക്കും എന്നുള്ളതായിരുന്നു പ്ലാൻ. ഓക്കെ, അപ്പം പിന്നെ യു ടേസ്റ്റഡ് ഫെയിലിയർ ഫോർ ദ ഫസ്റ്റ് ടൈം. സോ അത് നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് പലർക്കും പഠിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ സൈഡ് ഹസൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല, ഞാൻ അറിയാണ്ട് ചെയ്യണതാണ്. പക്ഷെ നമ്മൾ പഠിക്കുക എന്നുള്ള സാധനം എല്ലാവരും അറിഞ്ഞിട്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞ സാധനം പബ്ലിക്കാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ് ഫെയിൽ ആകുന്നു. പല ആൾക്കാരും അറിയുന്നില്ല ആരൊക്കെ ഫെയിൽ ആകും. ഇപ്പോൾ ലെറ്റ്സ് സേ മസ്കോ, ബെസോസ് ഒക്കെ എടുക്കുക, ഇവരൊക്കെ ഡെയിലി ഹൺഡ്രഡ്സ് ഓഫ് കമ്പനീസ് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ടോ. എത്ര കമ്പനി സക്സസ്ഫുൾ ആകുന്നുള്ളത് ചിലപ്പോൾ ആൾക്കാർ അറിയണം, ഫെയിൽ ആകുന്ന ആരും അറിയുന്നുണ്ട്. ഒക്കെ അൺപബ്ലിക് ആണ്. പബ്ലിക് ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ പബ്ലിക് ഫെയിലർ എങ്ങനെ മാനേജ് ചെയ്യുന്നത് നമ്മൾ ആരും അറിയുന്നില്ല. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. പക്ഷെ എനിക്കതിന് മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ ഇത് അത്ര വലിയ സംഭവമല്ല എന്നുള്ള സാധനം മനസ്സിലായി. ദ സെയിം ടൈം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൂടെ ഫെയിലിയറിൽ ആൾക്കാരെങ്ങനെ ഉണ്ടാവും, അതേപോലെ തന്നെ ആൾക്കാർ, ഇപ്പം ഞാൻ ഒരു സാധനത്തിൽ ഫെയിൽ ആയിട്ടുണ്ട്, എൻ്റെ കൂടെ ഫെയിൽ ആയ ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരെ കൂടെ എങ്ങനെ കളക്റ്റീവ്ലി ഫെയിലിയേഴ്സ് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ള സാധനം മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ അല്ലെങ്കിൽ എന്നെക്കാളും മോശം രീതിയിലുള്ള ഒരാളെ അവിടെ കാണുന്നുണ്ട്, എന്നെക്കാളും നല്ല രീതിയിലുള്ള ആളെ കാണുന്നുണ്ട്. സോ ഹൗ ടു ബിഹേവ് അല്ലെങ്കിൽ ഹൗ ടു കൺട്രോൾ യുവർ സെൽഫ് എന്നുള്ള സാധനങ്ങളൊക്കെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഫൈനൽ എത്തിയ സമയത്തൊക്കെ ആയിട്ട് അഗെയിൻ വെക്കേഷനായി. ഐ തിങ്ക് 6th സെമസ്റ്റർ കഴിഞ്ഞിട്ട് വെക്കേഷൻ ആയപ്പോൾ പുതിയ സാധനം വരിക. അതായത് നിങ്ങളെ പ്ലേസ്മെന്റ്സിന് വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ 18 days ഇവിടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്ലേസ്മെന്റ് ക്യാമ്പ്. ആകെ 24 ദിവസമാണ് വെക്കേഷൻ വരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വെക്കേഷൻ വേണം. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പ്ലേസ്മെന്റും ഇല്ല. ഞാൻ പറഞ്ഞു വേണ്ട, എഴുതി തരാൻ പറഞ്ഞു, എഴുതി കൊടുത്ത്. പക്ഷെ കോളേജ് കഴിയണത് അന്ന് ആ കൊല്ലം ചെറിയ പെരുന്നാളിന്റെ തലേന്നാണ്. പെരുന്നാളിന്റെ, അതായത് ഇന്ന് എക്സാം കഴിയാണ്, നാളെ പെരുന്നാളാണ്. അന്ന് വൈകുന്നേരം വീട്ടിൽ പോയി പെരുന്നാളും കഴിഞ്ഞ് പിറ്റേന്ന് ഉറങ്ങി എണീക്കുമ്പോഴാണ് മനസ്സിലാവുള്ള നാളെ തൊട്ടിട്ട് കോളേജില്ല, പണിയില്ല, ഒന്നുമില്ല, എന്താ ചെയ്യണമെന്ന് അറിയില്ല. അല്ല, ആ ഒരു ധൈര്യം എനിക്ക് പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്യണ്ട. സോ പിന്നെ നിന്റെ പാരന്റ്സ് അത്ര ഇതല്ലായിരുന്നു, യു ഡു ഓൺ യുവർ ഓൺ. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ലൈക്ക് ഇന്നും ഇപ്പൊ അവര് ചിലപ്പോൾ എതിർപ്പുകളുണ്ടാവും, ചിലപ്പോൾ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവര് പലപ്പോഴും അവരത് മുന്നേക്ക് അവര് തീരെ പറയില്ല. ഇപ്പൊ പിന്നെയും ഗ്രോ അപ്പ് ആവുന്ന സമയത്തൊക്കെ ആയിട്ട് ചിലപ്പം കുറച്ചും കൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് കോവിഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാരന്റ്സിന്റെ അടുത്തൊക്കെ ആയിട്ട് കുറച്ചും കൂടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാനൊക്കെ ആയിട്ട്. അപ്പൊ അവര് ആ സമയത്ത് അവർക്ക് ഒന്നുമില്ല, ലൈക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. ലൈക്ക് അത് എനിക്ക് എഞ്ചിനീയറിംഗ് പറ്റൂല, വേണ്ട എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പൊ പിന്നെ എന്തുകൊണ്ട് അന്ന് കണ്ടിന്യൂ ചെയ്തു? ആ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നുള്ളൊരു സാധനം കൊണ്ട് മാത്രമാണ്. കാരണം നമ്മള് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. സോ ഉപ്പ എങ്ങനെയാണ് ആ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ആ പൈസ അവിടെ കൊടുത്തിട്ട് നമ്മൾ അതിനൊരു വാല്യൂ കൊടുക്കണില്ല വെച്ചാല്. പക്ഷെ അഗെയിൻ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഐ ഷുഡ് ഹാവ് ഡ്രോപ്ഡ് ഔട്ട്. ഇല്ല, കാരണം അത് കൊണ്ട് തന്ന, ലൈക്ക് ഇഫ് ഐ എം സിറ്റിംഗ് ഹിയർ റൈറ്റ് നൗ ആൻഡ് ടോക്കിംഗ്, അതിന്റെ മേജർ ചങ്ക് എന്ന് പറഞ്ഞാൽ കോളേജ് ഡേയ്സ് ആണ്. അവിടെ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, കേട്ടിട്ടുള്ള സംസാരങ്ങളൊക്കെയാണ്. അതെ, കോളേജിന് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം കോളേജ് പാസ് ഔട്ട് ആയിട്ട് ഐ തിങ്ക് ഇറ്റ് ഇസ് 2008, ഒരു 16 ഇയേഴ്സ് കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് കോളേജിൽ ഞാൻ പഠിക്കാനല്ല പോയത്. ഞാൻ കുറച്ച് ഹാവ് എ ഗുഡ് ടൈം, ആൾക്കാരോട് എങ്ങനെ സംസാരിക്കാം. കാരണം ഞാൻ സ്കൂൾ പഠിച്ചതൊക്കെ
എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് ഫുള്ള് ആ ഏരിയയിലുള്ള ആൾക്കാരെ മാത്രമാണ്. വേറൊരു എക്സ്പോഷർ എനിക്കില്ല. ഞാൻ പഠിച്ചത് എറണാകുളത്താണ്. തീർച്ചയായിട്ടും. അപ്പം കേരളത്തിന് മൊത്തമുള്ള സ്റ്റുഡൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് എങ്ങനെ ഇടപഴകാം. ഇപ്പം എൻ്റെ സംസാരമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മൾ കോഴിക്കോട്ടുകാരെ സംസാരമായിരുന്നു. അപ്പം അത് ഞാൻ പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്കൊന്ന് പലരും വിളിക്കൽ ചെങ്ങായി എന്ന് വിളിക്കും. കമ്പനിക്കാരൻ ചെങ്ങായി വരുന്നുണ്ടല്ലോ അറിയും. അപ്പൊ എനിക്കിത് ചങ്ങാതിയാന്നുള്ള കാര്യം പോലും ശരിക്കും അറിയില്ല. കാരണം നമ്മളത് പറഞ്ഞ് ഇപ്പൊ എനിക്കറിയാം. ഓരോ ആൾക്കാരെ കാണുമ്പോൾ ഓക്കെ അവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷെ അവിടുന്ന് പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന സാധനമായിരിക്കില്ല പലപ്പോഴും അപ്പുറത്തെ ആൾക്കാർക്ക് കിട്ടുക. അവരത് മനസ്സിലാക്കിയ വേറെ എന്തോ ആയിരിക്കും. അപ്പൊ ഞാൻ ശരിക്കും ഞാൻ ഒന്നും കൂടി ചോദിക്കും മനസ്സിലായിട്ടുണ്ടോ, എന്നിട്ട് ഞാൻ ഒന്നും കൂടി റീഫ്രെയിം ചെയ്തിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് എനിക്ക് ശരിക്ക് കോളേജിന് കിട്ടി. അതാണ് ബേസിക്കലി എനിക്ക് കോളേജിന്, അല്ലാണ്ട് ഡിഗ്രി ഒന്നുമല്ല. ഇന്നലെ ഐ തിങ്ക് ഞാൻ ഒരു കോൺവെർസേഷൻ, ഇന്നലെയാണോ മിനിയാന്നാണോ അറിയില്ല, ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഒരാള് 12th കഴിഞ്ഞൊരു കുട്ടിയാണ്, കൺഫ്യൂഷനാണ്, എഞ്ചിനീയറിംഗിന് പോകണോ, അതായത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് പോകണോ, അതല്ല മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിസൈനിൽ ഒരു കോഴ്സ് എടുക്കണം. എൻ്റെ റിലേറ്റീവ് ആണ്, പ്ലസ് ടു കഴിഞ്ഞ പാടുള്ള കുട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ട് സംഭവമാണല്ലേ, നിനക്കിപ്പോൾ എന്താ വേണ്ടേ? നീ ഇപ്പോൾ കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് എ ലോട്ട് മോർ ടൈം ടു ഫിക്സ് തിങ്സ് ഔട്ട്, തിങ്ക് വാട്ട് യു വോണ്ട് ടു ഡു, അല്ലെങ്കിൽ കുറച്ച് സ്ലോ പേസിൽ എടുക്കുക. ഓർ യുവർ കരിയർ സ്റ്റാർട്ട്സ് ലേറ്റ്. കറക്റ്റ്. ഒരു കോഴ്സ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്, ലെറ്റ്സ് സേ ഡിസൈനിങ്ങോ മാർക്കറ്റിങ്ങോ കോഡിങ്ങോ സ്പീക്കിങ്ങോ വാട്ട് എവർ ഇറ്റ് ഈസ്. വൺസ് അത് കഴിഞ്ഞാലും തന്നെ ബൗണ്ട് ടു ലൈക് കരിയർ അപ്പൊ സ്റ്റാർട്ടായി, ലൈക്ക് യുവർ ഏർലി സ്റ്റാർട്ടിങ്. സോ 6 മാസം ഒരു കൊല്ലം കൊണ്ട് കരിയർ സ്റ്റാർട്ട്. റെഡി ആണോ അല്ലേ? ദാറ്റ് യു ഡിസൈഡ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് യു ഡിസൈഡ്. പിന്നെ ഇഫ് യു ആസ്ക് മീ ഇന്ന് കോളേജിൽ പോകണോ, എല്ലാത്തിനും കോളേജിൽ പോകണ്ട. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് വൈ നീ നീഡ് ടു ഗോ ടു കോളേജ്. കോളേജിൽ നിന്ന് പഠിക്കണത് ആക്ച്വലി ടെക്സ്റ്റ് ബുക്കോ കാര്യങ്ങളൊന്നും അല്ല. ഇതിനൊന്നും എവിടെയും പോകണ്ട. കോളേജിൽ നിന്ന് പഠിക്കണത് ഇതേപോലെ തന്നെ ഹൗ ടു ടാക്കിൾ ഡൈവേഴ്സിറ്റി, എങ്ങനെ ലൈക്ക് ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെ ഒരു എന്താ പറയാ ഡിപ്ലോമാറ്റിക് ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് എങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു സ്വന്തം കാലിൽ കുറച്ച് നിൽക്കാൻ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഹോസ്റ്റൽസും കോളേജൊക്കെ പഠിപ്പിക്കണം. ആരും കോളേജിൽ ഞാൻ കോളേജിൽ പോയിട്ട് എനിക്ക് കിട്ടുന്ന സാധനം ക്വാണ്ടം മെക്കാനിക്സ് ആണെന്നൊന്നും ഒരിക്കലും ഒരാളും പറയില്ല. കോളേജിൽ കിട്ടിയുള്ള ഫ്രണ്ട്സും എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവരും പറയേണ്ടത്. സോ ദാറ്റ് ഈസ് ഡിഫറെന്റ്. ആൻഡ് അതിനാണ് എനിക്കും കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ കോളേജ് ഗേവ് മീ ദാറ്റ് പ്ലാറ്റ്ഫോം ടു മേക്ക് മിസ്റ്റേക്സ്. ഒരു 4 വർഷം കൂടെ. അപ്പൊ പെരുന്നാൾ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ള. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഞാൻ ഒരു ട്രിപ്പ് ഒക്കെ പോയി. കമ്പ്യൂട്ടർ സയൻസ് അല്ല എന്നുള്ളത്, കോഡിംഗ് അല്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നു. ഐ ന്യൂ കോഡിംഗ്. എനിക്ക് കോഡിംഗ് ഭയങ്കര പാഷനറ്റ് ആയിരുന്നു. ലൈക്ക് ഞാൻ ലോജിക്കൽ ആയിട്ട് ഒരാളാണ്. എനിക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ എനിക്ക് തിയറി ചിന്തിക്കാൻ പറ്റൂല. എനിക്ക് കാണണം. ഈവൻ മാത്സ് പോലും ഞാൻ പഠിക്കാൻ ചെയ്തിട്ടല്ല പഠിക്കാൻ. ഞാൻ മാത്സ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ലൈക്ക് ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ നോക്കിയിട്ട് ഇതാണ് ലോജിക്ക്, ദിസ് ഇസ് ഹൗ യു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ ഫിസിക്സും മാത്സ് ഒക്കെ എനിക്ക് ഫേവറേറ്റ് സബ്ജക്ട്സ് ആണ്. പക്ഷെ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അവിടെ എത്തിയിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഒരു സെമസ്റ്ററിൽ 8 പേപ്പർ ഉണ്ടെങ്കിൽ 7 പേപ്പറും തിയറിയാണ്. ഒരു പേപ്പർ ചിലപ്പോൾ ലാബ് ആയിരിക്കും, അല്ലെങ്കിൽ 2 പേപ്പർ ലാബ് ആയിരിക്കും. ലാബും ആൾക്കാർ പഠിക്കണത് പോയിട്ട് ബൈ ഹാർട്ട് പഠിച്ചിട്ട് അവിടെ ഇതാണ്. ഞാൻ കോഡിങ്ങിൽ ലോജിക്ക് ഉണ്ടെങ്കിൽ ഞാനത് സോൾവ് ചെയ്യും. പക്ഷെ വൺ തിങ് അണ്ടർസ്റ്റുഡ് വാസ് ഇൻഡസ്ട്രി ഇങ്ങനെയാണ്, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഒരുപാട് ഇരുന്ന് പണിയെടുക്കണം. ആൻഡ് ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്തേക്കാണെങ്കിൽ ഒരുപാട് ആൾക്കാർ സക്സസ്ഫുള്ളി ഒരുപാട് കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IBM ആക്സഞ്ചർ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ 20 years 30 years ഒക്കെ അവരവിടെ വർക്ക് ചെയ്തിട്ടാണ് അവരൊരു പൊസിഷനിൽ എത്തണത്. ആൻഡ് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ്. ഐ വോണ്ട് ഡൈവേഴ്സിറ്റി. എനിക്ക് പൊതുവേ ചെറുപ്പത്തിലെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ആൻഡ് എൻ്റെ മൂഡ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. ഇന്നൊരു സാധനമാണെങ്കിൽ നാളെ വേറെന്നായിരിക്കും. ഇൻഡസ്ട്രി അങ്ങനെയല്ല. സോ മാത്രമല്ല എൻ്റെ അറിയുന്ന പല ആൾക്കാരും ഇന്നും ലൈക്ക് ഒരു സാധനം പഠിച്ചിങ്ങനെ വരുന്ന സമയത്തേക്ക് പുതിയൊരു അപ്ഡേറ്റ് വരും, പിന്നെ അതിലേക്ക് മാറും. സോ ദർ ഇസ് നത്തിങ് കോൺസ്റ്റന്റ്. ലൈക്ക് കോൺസ്റ്റന്റ് അപ്പുറത്തേക്കായിട്ട് അവർക്കൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു പീസ് അവർ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് ഓൾവേസ് സ്ട്രെസ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഐ വോണ്ടഡ് ടു ഡു ദാറ്റ്. ലൈക്ക് എനിക്ക് ആരും അണ്ടറിലും വർക്ക് ചെയ്യണ്ട എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ലൈക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഒരു ട്രിപ്പൊക്കെ പോയിട്ട് ഒരു ട്രിപ്പൊക്കെ പോയി വന്ന് ഒരു മാസം ഞാൻ ട്രാവൽ ചെയ്തു. ഓൾ അറൌണ്ട് ലൈക്ക് നോർത്ത് ഫുൾ കവർ ചെയ്ത് വന്ന സമയത്തേക്ക് എനിക്ക് ഇപ്പോഴും പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ഇപ്പോഴും പക്ഷെ ആ കമ്മിറ്റ്മെന്റ്സ് ഇതേപോലെ അന്ന് ഉണ്ടായിരുന്നു. അതിനകത്ത് പൈസ ഇല്ല ആ സമയത്ത് ചെയ്യാനായിട്ട്. കോളേജ് കഴിഞ്ഞിട്ട് വന്ന പാടുള്ളതാണ്.
ഞാൻ അവിടെ നിന്നൊക്കെ ആയിട്ട് കുറച്ച് പൈസ ഒക്കെ ഒപ്പിച്ചിട്ടായിട്ട് ഞാൻ സംഭവം ട്രിപ്പ് പോയി. ഇന്ന് വിളിച്ച് നാളത്തേക്ക് വരുന്നതെന്ന് വെച്ചിട്ട് ഒരു ടിക്കറ്റ് ഫ്രീ ഉണ്ടായി, ഒരു ചങ്ങായി ലൈക്ക് ഫ്രീ ഉണ്ട്, അങ്ങനെ വിളിച്ചിട്ട് പോയതാ. സംഭവം പൈസ ഒക്കെ ഒപ്പിച്ച് പോയി. ബിക്കോസ് ഐ വാണ്ടഡ് സം ടൈം ടു തിങ്ക്. ഐ തോട്ട് ഒക്കെ എനിക്ക് ആ സമയം തരുന്നു. അവിടെ പോയി വരുന്ന സമയത്തൊക്കെ ഡിസൈഡ് ഓക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യണം. ഐ നോ ദാറ്റ് കമ്പ്യൂട്ടർ സയൻസ് അല്ല എൻ്റെ കരിയർ, ബട്ട് സംഭവം ഐ ഡിസൈഡ് ഞാൻ ബാംഗ്ലൂരേക്ക് പോകും. എന്നിട്ട് ബാംഗ്ലൂർ പോയിട്ട് ഐ സെർച്ച് ഫോർ എ ജോബ്, ഏതെങ്കിലും ഒരു ജോലി അവിടെ തൽക്കാലം ഫൈൻഡ് ചെയ്യും, സോ ദാറ്റ് ബിക്കോസ് ഐ ക്യാൻ സർവൈവ് ദർ. അതിൻ്റെ ഇടയിൽ ഐ വിൽ ഫിഗർ ഔട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ബിക്കോസ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതേപോലെ തന്നെ ടീച്ചിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഐ ന്യൂ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ട്യൂഷൻ എടുത്തിട്ടെങ്കിലും ജീവിക്കുന്ന എനിക്കാണ്. കാരണം 11th 12th പോക്കറ്റ് മണി ഉണ്ടാക്കിയത്, ഇപ്പം കോളേജിൽ പഠിക്കുന്ന സമയത്തും പോക്കറ്റ് മണി ഉണ്ടാക്കിയത് വെക്കേഷൻസും ട്യൂഷൻസ് എടുത്തിട്ടൊക്കെയാണ്. പിന്നെ അതേപോലെ കോളേജ് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ ഈവൻ സെമസ്റ്ററിലെ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ മംഗലാപുരത്തുള്ള സമയത്ത് ഞാൻ ജിമ്മിൽ വർക്ക് ചെയ്യുന്നു ആസ് പേഴ്സണൽ ട്രെയിനറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. ഐ ക്യാൻ സേ അല്ല, പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ നിനക്ക് അതിനുള്ള സ്കിൽസ് ഉണ്ടായിരുന്നോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ യുഡമിയിലൊക്കെ പോയിട്ട് സർട്ടിഫിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫിറ്റ്നസ് ട്രെയിനിങ്, അത് മതി. സോ ഞാൻ ലൈക് ചില്ലറ പരിപാടികൾ ഇങ്ങനെയൊക്കെ എടുക്കുമായിരുന്നു. സോ അതിന് ഒന്നുമില്ലാതെ ഐ ക്യാൻ ഫോൾ ബാക്ക് ഓൺ ദാറ്റ്. അതിന്റെ സ്കിൽസ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റയിൽ എന്തോ അങ്ങനെ കണ്ടിട്ടായിട്ട് ഞാൻ ഒരു സാധനം അപ്ലൈ ചെയ്ത്. ഐ ഡിഡ് നോ വാട്ട് ദി തിങ് വാസ്. ഞാൻ ബൈജൂസ് എന്നിട്ട് സാധനം കണ്ട് ഞാൻ ആദ്യമാണ് പേര് കേൾക്കണേ. എന്തോ ജോബായിരുന്നു, അപ്ലൈ ചെയ്ത് ബാംഗ്ലൂർ കണ്ട് അപ്ലൈ ചെയ്ത്. എന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ കോൾ വന്ന് യു ഹാവ് ടു ഗിവ് എൻ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടോ? ഇല്ല, വീട്ടിൽ തന്നെയാണ്. കണ്ണൂരല്ല, ആക്ച്വലി ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ എടച്ചാക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊക്കാക്കടമാണ് എന്റെ വീട് വരുന്നത്. കണ്ണൂർ കാസർഗോഡ് ബോർഡറിലാണ്. സോ ഞാൻ ഈ ആഡ് കണ്ട് ഇതിൽ എങ്ങനെ ഒരു ഫോം ഇങ്ങനെ കൊടുക്കണം, അപ്ലൈ ചെയ്ത് എനിക്ക് കോൾ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്റർവ്യൂ എന്തുണ്ടാവും എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രോ മാത്സ് ഏതെങ്കിലും ഇത് ചൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. എന്താ കുഴപ്പമില്ല, ഓൺലൈനാണ്, സൂം വഴിയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ദിവസം ഇന്റർവ്യൂ ലൈക്ക് ഇതൊക്കെ വന്നതിന്റെ ഫോൺ അവിടെ വെച്ചിട്ട് ഇപ്പൊ നെറ്റ് ഇതൊന്നും പ്രോപ്പർ അല്ല ആ സമയത്ത്. ഐ തിങ്ക് 3G ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന സമയമാണ്, വൈഫൈ ഒന്നും ഇല്ല അവർക്ക്. അപ്പോൾ ഇരുന്നിട്ട് ഞാനിങ്ങനെ മാത്സിൽ എന്തോ ഒരു ടോപ്പിക്ക്, ഐ തിങ്ക് സർക്കിൾസ് എന്തോന്ന് തോന്നുന്നു, സർക്കിൾ സെറ്റ്സ് എന്തോന്ന് തോന്നുന്നു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 5 minutes പറഞ്ഞു കൊടുത്തു. ഇന്റർവ്യൂ കഴിഞ്ഞു. സോ എനിക്ക് എന്താ നടന്നതുപോലെ എനിക്ക് അറിഞ്ഞൂടാ. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഐ വാസ് ലൈക്ക് ഹോപ്പ്ലെസ്. ആൻഡ് ഡിസൈഡ് ഓക്കെ ബാംഗ്ലൂരേക്ക് പോകാനുള്ള പ്ലാൻ സെറ്റായി. വലിയ പെരുന്നാൾ കഴിഞ്ഞപ്പോഴേക്ക്, വലിയ പെരുന്നാൾ ചൊവ്വാഴ്ചയോ അങ്ങനെ എന്തോ വരുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്യാൻ ശനിയാഴ്ചത്തേക്ക് ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോഴാണ് ബുധനാഴ്ച എനിക്കൊരു കോൾ വരികയാണ്. ബൈജൂസ് എന്നാണ്, HR ആണ്, യു സെലക്ടഡ് ഫോർ ദ ജോബ്, ബാംഗ്ലൂരാണ് ജോലി വരുന്നത്, റെഡിയാണോ വരാൻ വേണ്ടിയിട്ട്, എപ്പോൾ വരാനായിട്ട് പറ്റും? ഞാൻ പറഞ്ഞു എപ്പോൾ വരണം, രോഗി ഇച്ഛിച്ചതും വൈദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഈ തിങ്കളാഴ്ച പറഞ്ഞു, തിങ്കളാഴ്ച വരാമെന്നാണ് പറഞ്ഞു. ഓക്കെ, ഞാൻ അപ്പോഴാണ് ചോദിക്കണേ ഓക്കെ ഞാൻ തിങ്കളാഴ്ച വരാം, എന്താ എൻ്റെ ജോലി എന്നുള്ള സാധനം ചോദിക്കണേ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു മെന്ററിങ് ആണ്, ട്യൂട്ടറിങ് ആണ്, ഇങ്ങനെ ബൈജൂസ് ആണ് കമ്പനി വരുന്നത്. ഞാൻ എന്നിട്ട് അപ്പോഴും പോയിട്ടാണ് ബൈജൂസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ എത്തിയപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ലൈക്ക് ഫസ്റ്റ് ടൈമാണ് ലൈക്ക് ഒരു കോർപ്പറേറ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ പോണേ. അവിടെ എത്തി. അന്ന് ഒരു 200-250 ആൾക്കാർ വരുന്നുണ്ട്. ആ സമയത്ത് ബൈജൂസ് അറൌണ്ട് 200-250 ആൾക്കാർ വീക്കിൽ എടുത്തു കൊടുക്കുന്ന ടൈമാണ്, BD ആയിട്ടൊക്കെ ആയിട്ടുള്ള. അങ്ങനെ അവിടെ എത്തി. ഫസ്റ്റ് ഇൻഡക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിട്ട് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാണ് ലൈക്ക് മൈ റോൾ ഇസ് ടു മെന്റർ സ്റ്റുഡൻസ്, ലൈക്ക് 1-on-1 ആയിട്ട് ആൾക്കാർക്ക് ട്യൂഷൻസ് എടുത്തു കൊടുക്കണം എന്നുള്ളതാണ്. ഐ വാസ് ലൈക്ക് ഓക്കെ, കംഫർട്ടബിൾ, ഫൈൻ. നമ്മൾ ഓൾറെഡി ചെയ്ത പണിയാണ്. മൈ പ്ലാൻ വാസ് ഓക്കെ ഒരു 3 to 6 months അവിടെ നിൽക്കുക ആൻഡ് എന്നിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവാം, അതിൻ്റെ ഇടയിൽ നിന്നും ഫൈൻഡ് ചെയ്യാന്നുള്ളത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ബൈജൂസ് ജസ്റ്റ് ഗ്രോയിങ് ആണ് ഒരു കമ്പനി ആൻഡ് പീക്കല്ല. ആ സ്റ്റുഡൻറ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അറൌണ്ട് 25-30 ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ. ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ആണ്. ആൻഡ് ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഐ ഫെൽറ്റ് വെരി എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 reasons ഉണ്ടായിരുന്നു. ഒന്ന്, ഐ വാസ് വെരി ഇൻസെക്യൂർ, കാരണം എനിക്ക് പല്ലിനൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സംസാരിക്കണത് ചിരിക്കണത് ഒന്നും ആൾക്കാരെ എങ്ങനെ ജഡ്ജ് ചെയ്യാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ഇന്ററാക്ട് ചെയ്യണത് ഒരു 15-16 ഒക്കെ വയസ്സുള്ള 14-15 ഒക്കെ വയസ്സുള്ള കുട്ടികളുടെ അടുത്താണ്. അപ്പോൾ ഈ ഓൺലൈനിലൂടെയാണ്. അപ്പൊ ഈ സംസാരിക്കുന്ന കുട്ടികളൊന്നും ഒരാൾ പോലും ഇതൊന്നും ചോദിക്കുകയൊന്നും ചെയ്യുന്നില്ല. സോ ദാറ്റ് ഗേവ് മി എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അറ്റ് ദ സെയിം ടൈം ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഇങ്ങനെ ബെറ്റർ ആക്കാനും ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ മാറിയിട്ടുണ്ടായി. സോ അവിടുത്തെ ഒരു ഫസ്റ്റ് 6 months എൻ്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഒരു 4 month ട്രെയിനിങ് ഒക്കെ പോകുന്ന സമയത്തൊക്കെ ആയിട്ട് എല്ലാവരും ഒരു 4 month 5 month ഒക്കെ ആകുമ്പോഴാണ് വർക്കിലേക്ക് വരുന്നത്. ഞാനൊരു 6 months ആകുമ്പോഴേക്ക് അതിൽ നിന്ന് ഒരു 2 months ഒക്കെ ആകുമ്പോഴേക്ക് റോസ്റ്റിൽ വന്ന് 6 months ആകുമ്പോഴേക്കും എനിക്ക് ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടി. ഞാൻ അവിടുന്ന് ഫ്രം ട്യൂട്ടറിംഗ് എന്നുള്ളിടത്തുനിന്ന് ഈ ട്യൂട്ടേഴ്സിനെ മെന്റർ ചെയ്യുന്നതിലേക്ക് ലൈക്ക് ട്രെയിൻ ചെയ്യുന്നതിലേക്ക് മാറി.
വൺസ് അവിടെ ട്രെയിനിങ്ങിലേക്ക് മാറിയപ്പോഴേക്ക് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് മോർ ഓപ്പർച്യൂണിറ്റീസ്. ടീം ലൈക്ക് വലുതായി വരികയാണ്. ആൻഡ് ഒരു എക്സ്ട്രാ വേറെ സംഭവം എന്ന് വെച്ചാൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ആകെ 2 ബോയ്സും ബാക്കിയൊക്കെ ഗേൾസ് ആയിരുന്നു. ഒരു 48-50 ഗേൾസ് ആയിരുന്നു. സോ മോർ കുറെ കാര്യത്തിലും കൂടെ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള എനിക്ക് സാധനം കിട്ടി. ആൻഡ് ദാറ്റ് ഇവൻച്വലി മെയ്ഡ് ദ മാനേജ്മെന്റ് തിങ്. ഓക്കെ, എനിക്ക് കാര്യങ്ങൾ കുറെ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കോവിഡ് വന്നു. സോ കോവിഡ് വന്നപ്പോഴേക്ക് അഗെയിൻ ട്രാൻസിഷൻ്റെ ഇതായി. അപ്പോഴെല്ലാം ഓഫ്ലൈൻ ആണ്. സോ ഇവൻച്വലി വി ആർ ലൈക്ക് ഫോഴ്സ് ടു ഗോ ഓൺലൈൻ. സോ അങ്ങനെ ഈ ഓൺലൈൻ ട്രാൻസിഷന് വേണ്ടിയിട്ടായിട്ട് ഫുൾ ലീഡ് എടുത്ത് ആ ഓൺലൈൻ ട്രാൻസിഷൻ ഫുള്ളി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷെ അതുവരെ നിങ്ങൾ ഫുള്ളി ഓൺലൈൻ തന്നെ അല്ലായിരുന്നോ? പക്ഷെ അതിന്റെ സ്കെയില് മാറി. ഫുള്ളി ഓൺലൈൻ ആണ്. പക്ഷെ കോവിഡ് വന്നു. വർക്ക് ഫ്രം ഹോം അല്ല, എല്ലാവരും വർക്ക് ഫ്രം ഓഫീസ് ആണ്. അൺസർട്ടനിറ്റി ആണ്. ആൻഡ് ഐ തിങ്ക് ഗവൺമെന്റ് അനൗൺസ് ചെയ്യാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മാറേണ്ടി വന്നു. ഈ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ എപ്പിസോഡ് നമ്മൾ ഇ കൊമേഴ്സിനെ കുറിച്ചിട്ടല്ല സംസാരിക്കുന്നത്. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും പേഴ്സണൽ ഗ്രോത്ത്, പേഴ്സണലി നിങ്ങൾ അല്ലെങ്കിൽ ഇമോഷണലി വളരെ സ്റ്റേബിൾ അല്ലെങ്കിൽ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ആ ജേണി ശരിക്ക് അണ്ടർഗോ ചെയ്ത ഒരാളാണ് റിസ്വാൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. അപ്പം റിസ്വാൻ, കോവിഡ് വന്നു. ബൈജൂസിൽ നിങ്ങളൊക്കെ എല്ലാവരും വർക്ക് ഫ്രം ഹോം ആയി. ഓൺലൈൻ മൂവ്മെന്റ് ഭയങ്കരമായിട്ട് കുതിക്കുന്ന സമയമാണ്. സോ ദെൻ വാട്ട് ഹാപ്പൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ഇപ്പം ബൈജൂസിൽ ഭയങ്കര ഏർലി ജോയിൻ ചെയ്ത ഒരാളാണ്. ഏർലി എന്ന് വെച്ചാൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐ തിങ്ക് ബൈജൂസ് 2000 ഒക്കെ എംപ്ലോയീസ് ഒക്കെ ഉള്ള ഒരു ടീമായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈജു കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ബൈജു ആയിട്ട് ഇരുന്നിട്ടുണ്ട്. വൺസ് ഓൺ ട്വൈസ്, 2 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. ഓക്കെ. സോ ആ സമയത്ത് ഇതേപോലെ തന്നെ ടീം ചെറുതാണ്, പൈലറ്റ് പ്രൊജക്റ്റ് ആണ്. സോ അവിടെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഓപ്ഷൻസ് അവിടെ ഉണ്ടായി. സോ ഇനീഷ്യലി അവിടെ ഉള്ളപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായൊരു സാധനമാണ്, ഇവിടെ എനിക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള സംഭവം എനിക്ക് അവിടെ ഫീൽ. സോ ഈ 6 മാസം കൊണ്ട് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാന്നുള്ള സാധനം ഞാൻ 1 കൊല്ലമാക്കി. 1 കൊല്ലം അവിടെ നിൽക്കാന്നുള്ള പ്ലാനായി. സോ ഒരു 9 months അറൗണ്ട് ആയപ്പോഴേക്കും കോവിഡ് വന്നു. പിന്നെ ട്രാൻസിഷനായി. ആ ട്രാൻസിഷന് വേണ്ടിയിട്ടായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. എല്ലാവരും വീട്ടിലെത്തിയിട്ട് വന്ന സമയത്തൊക്കെയായിട്ട് ലൈക്ക് കുറേ അൺസർട്ടനിറ്റീസ് ആണ്. ആൻഡ് നമ്മൾ ഒരു സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിട്ട് പെട്ടെന്ന് കോവിഡ് വന്നതിൻ്റെ ബേസിലായിട്ട് ബൈജൂസ് ആപ്പ് എൻറ്റയർലി ഫ്രീ ആക്കി. സോ ഓവർ എ മന്ത് അറൌണ്ട് 30 million യൂസേഴ്സ് ഇൻബൗണ്ട് ആയി. അതിനു മുമ്പ് എത്ര യൂസേഴ്സ് ആയിരുന്നു? വെരി ലെസ്. ഐ തിങ്ക് ഒരു ലെസ് ദാൻ 1 million യൂസേഴ്സ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. സോ അത് 30 million യൂസേഴ്സ് ലൈക്ക് പെട്ടെന്ന് ഒരു മാസത്തിൽ വരികയാണ്. അതിൽ തന്നെ അറൌണ്ട് 5 million എന്തോ പെയ്ഡ് കസ്റ്റമേഴ്സ്, 5-8 million എന്തോ പെയ്ഡ് കസ്റ്റമേഴ്സ് ഒക്കെ വരികയാണ്. നമ്പർ സ്പെസിഫിക് ആണ് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇതേ സാധനം നമ്മൾ ഇതിന്റെ മുമ്പ് KPH പോഡ്കാസ്റ്റിൽ ചെറിയാനോട് സംസാരിച്ചപ്പോൾ ചെറിയാൻ പറഞ്ഞു ഞങ്ങൾ ചായ ബ്രേക്ക് എടുക്കും. ചായ ബ്രേക്കിൽ അവർ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കൂടുതൽ യൂസേഴ്സിനെ ഇത്രയും മെഷീനിൽ, ചെറിയ നമ്പർ ഓഫ് മെഷീൻസിൽ ഉൾക്കൊള്ളിക്കാം. ഓക്കെ, അത് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 30 million വന്നു തുടങ്ങി. ഇത്ര ആൾക്കാർ വന്നു. അപ്പോ ഒരുപാട് റിക്വയർമെന്റ്സ് വന്നു. സോ ദാറ്റ് വാസ് ലൈക്ക് ടൈം വെയർ യു പുട്ട് യുവർ എവറിത്തിങ്. സോ ഐ വാസ് എൻജോയിങ് ദാറ്റ്. ഞാൻ സമയത്ത് ബാംഗ്ലൂരാണ്, ലൈക്ക് റൂമിലാണ്. ആൻഡ് നാട്ടിലേക്കൊന്നും വരാനുള്ള ഇതില്ല. ലൈക്ക് ഫുള്ളി അൺസർട്ടൻ ആണ്. ആകെയുള്ളൊരു ജോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, മൈൻഡ് ഡൈവേർട്ടഡ് ആണ്. ആൻഡ് അങ്ങനെ കുറെ വർക്ക് ചെയ്ത് ആ സമയത്ത് വി വർ വർക്കിംഗ് ഓൺ എ പ്രോജക്ട്. അതായത് അതുവരെ 1-on-1 ലൈക്ക് സെഷൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടായിരുന്നത്. നമ്മൾ 1 to many എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഒരുപാട് ആൾക്കാർ ലൈക്ക് വെബിനാർസ് ഒക്കെ പോലെ ചെയ്യുന്ന ഒരു സംഭവം ചെയ്തുകൊണ്ടായിരുന്നു. ആൻഡ് അതിലേക്ക് ഫോഴ്സ്ഡ് ആയി, ലൈക്ക് കുറച്ചും കൂടെ പെട്ടെന്നാവണം എന്നുള്ളതായി. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഔട്ട് ചെയ്തു. ആ പ്ലാറ്റ്ഫോം ടെസ്റ്റ് ചെയ്തിട്ട് ദാറ്റ് വാസ് സക്സസ്ഫുൾ. അങ്ങനെ വി ടുക്ക് എ ഡിസിഷൻ, മാനേജ്മെന്റ് ഡിസിഷൻ എടുത്തു, സ്വന്തം പ്ലാറ്റ്ഫോമിൽ അത് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിട്ട്. അങ്ങനെ അവർ ഏറ്റവും ആംബീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു നിയോ സെഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഓൺ ദാറ്റ് പ്രൊഡക്റ്റ്. അത് ഫുള്ളി ഫ്രം ദ സ്ക്രാച്ച് ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്ത് അത് ലൈക്ക് എന്താ പറയുക, ഒരു വർക്കിംഗ് പ്രൊജക്റ്റ് ആക്കി മാറ്റാനായിട്ട്. സോ ഐ വാസ് ഏബിൾ ടു വർക്ക് വിത്ത് ഓൾ ദ ടീംസ്, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, VPs ആയിക്കോട്ടെ, AVPs ആയിക്കോട്ടെ. സോ ഐ വാസ് റിപ്പോർട്ടിംഗ് ആൻഡ് വർക്കിംഗ് വിത്ത് ഓൾ ഓഫ് ദീസ് പീപ്പിൾ. സർവീസും. സോ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. സോ EdTech എന്ന് വെച്ചാൽ എങ്ങനെയാ, ഹൗ ഡു യു റിസർച്ച്, ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ്. അതെ, ഇതുവരെ ട്യൂട്ടറിങ് അല്ലെങ്കിൽ മെന്ററിങ് എന്നുള്ള ഒരു സാധനത്തിന് മാറിയിട്ട് എല്ലാമായി ബേസിക്കലി ഫൗണ്ടേഴ്സ് ഓഫീസ് പോലെ ആയി. സോ ആ സമയത്ത് തന്നെ ഈവൻ ബിഫോർ ദാറ്റ് ഞാൻ ഈ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുമായിരുന്നു. അതായത് ഇന്റേണലി ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ഐ വാസ് ആസ്ക്ഡ് ടു ടേക്ക് വീഡിയോസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ അങ്ങനെ ഞാൻ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു എല്ലായിടത്തായിട്ട്.
അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ ഓപ്പർച്യൂണിറ്റി വന്ന സമയത്തൊക്കെ ഐ അണ്ടർസ്റ്റുഡ്. അതുവരെ ബൈജൂസ് എന്നുള്ളത് എനിക്ക് ആ ഒരു സർഫേസ് ലെവലിൽ അറിയുള്ളൂ. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഐ ഗോട്ട് ആക്സസ് ടു ദ ഹോൾ തിങ്. എഡ്ടെക് എന്താ, ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാ. സോ ഐ അണ്ടർസ്റ്റുഡ് ദ എഡ്ടെക് ബിസിനസ്. സോ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ലോഞ്ചായിട്ട് ഒരു പൈലറ്റിൽ തന്നെ വി ഹാഡ് അറൌണ്ട് നല്ല സ്കെയിൽ ഉണ്ടായിരുന്നു. 3000-4000 സെഷൻസ് ഒക്കെ സ്കെയിൽ ഉണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് പ്രൊജക്ഷൻ ആയിരുന്നു ഒരു 6 months അറൌണ്ട് ആയിട്ട് അതൊരു 20,000-30,000 സെഷൻസ് ആവും. സോ വി നീഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ പെർ ഡേ. ഓക്കെ. അങ്ങനെ ടീം അന്നേരം ചെറുതാണ്, ഒരു 400-450 ആണ് ടീം വരുന്നത്. സോ നൗ ദ റെസ്പോൺസിബിലിറ്റി ചേഞ്ച്ഡ്. ഈ 400-500 എന്നുള്ളിടത്ത് നിന്ന് വി നീഡ് 5,000 പീപ്പിൾ. അപ്പോൾ ഇത് സ്കെയിൽ ചെയ്യാന്നുള്ളിടത്തേക്ക് ഞാൻ മാറി. അങ്ങനെ ഈ ടീം ബിൽഡായി 5,000 ആയി. ഒരു 3-4 months ഒരു 3,000-4,000 ആക്കിയിട്ട് മാറ്റി ഈ ടീം. അതായത് 500 ആൾക്കാരിൽ നിന്നും 3,000 ആൾക്കാരിലേക്ക് എത്തി. 4,000 പ്ലസ് ആയി ടീം. അറൌണ്ട് 5,000 അടുത്ത് ടീമായി വിത്തിൻ 3-4 months. റാപ്പിഡ് സ്കെയിലാണ്. ആൾക്കാർ കൂടുതൽ വേണം. ഫുൾ ടൈം അല്ലാണ്ട് വർക്ക് ഫ്രം ഹോം ആയിട്ടും പാർട്ട് ടൈം ആയിട്ട് ആൾക്കാർ എടുക്കാനായിട്ട് തുടങ്ങി. ട്യൂട്ടേഴ്സ് ആണ്, സ്റ്റുഡന്റ് ഓപ്പറേഷൻസ്, റൈറ്റ്. സോ ട്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ട്യൂട്ടേഴ്സ് മാത്രമല്ല, TLs വേണം, പ്രോസസ് സ്പെഷ്യലിസ്റ്റ് വേണം, ഒരുപാട് റോൾസ് ഉണ്ട് അവിടെ. ഇതൊക്കെ സ്കെയിൽ ആയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 6 months ശേഷം ഈ സ്കെയിൽ അച്ചീവ് ആയില്ല പാൻ ഇന്ത്യ പോയതിനു ശേഷം. സോ വി ഹാഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് വെരി ലെസ് യൂസേഴ്സ് ഡിമാൻഡ് ആയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പോണം എന്നുള്ളതായി. സോ അങ്ങനെ ആൾക്കാർ ഫിൽട്ടർ ചെയ്യാനായിട്ട് തുടങ്ങി. ലേ ഓഫ് എന്നുള്ള വേർഡ് ഉപയോഗിക്കണില്ല, ഫിൽട്ടർ ചെയ്യാനായിട്ട് തുടങ്ങി. ടീം കട്ട് ഷോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് അങ്ങനെ ആ സമയത്ത് എൻ്റെ പ്ലാനിൽ ഞാൻ ഓൾറെഡി ഒരു 7-8 ഡിപ്പാർട്ട്മെന്റ്സിൽ ബൈജൂസിൽ വർക്ക് ചെയ്ത്, ടീമിൻ്റെ അടുത്ത് വർക്ക് ചെയ്ത്, ഡിഫറെൻറ്റ് റോൾസ് ഉണ്ടായി. ആൻഡ് ഐ തിങ്ക് ഒരു 3 years അല്ലെങ്കിൽ ഒരു 3 വർഷത്തിൻ്റെ ഇടയിൽ ഐ ഹാഡ് അറൌണ്ട് 4-5 പ്രൊമോഷൻസ് ഉണ്ടായി. ബട്ട് ഐ വാസ് ഫോർച്ചുനേറ്റ്, അതിനേക്കാളൊക്കെ മേലെ ഐ വാസ് ഏബിൾ ടു ബിൽഡ് എ പ്രൊഡക്റ്റ്, ലോഞ്ച് ഇറ്റ്, സ്കെയിൽഡ് ആൻഡ് ഓൾ ഓഫ്. അതെ, ബേസിക്കലി ഒരു ഫൗണ്ടർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അങ്ങനെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് മൈ പ്ലാൻ വാസ്, മൈ ലേണിംഗ് ഗോട്ട് ലിമിറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചെയ്യേണ്ട വർക്ക് ഒക്കെ അവിടെ ചെയ്ത്, അതിന്റെ മേലെ എനിക്ക് ആകെ വർക്ക് എന്ന് പറയുന്നത് 2 hours 3 hours എ ഡേ എന്നുള്ളതിലേക്കായിട്ട് മാറി. ആൻഡ് ഐ വാസ് നോട്ട് എൻജോയിങ്. മീൻ വൈൽ ഞാൻ ഇവിടെ എത്തുന്നതിനൊക്കെ മുന്നേ ആയിട്ട് കോവിഡ് തുടങ്ങി. ആ സമയത്ത് കോവിഡ് ലോക്ക്ഡൌൺ തൊട്ടിട്ട് ഒരു 6 months വരെ ഒക്കെ ഞാനൊരു എൻറ്റയർ ഇന്റർനെറ്റ് ബ്രേക്കിലായിരുന്നു. ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഐ വോണ്ടഡ് ടു ഡു സംതിങ്. അങ്ങനെ ഞാൻ ഒരു കഫേയിൽ ഇരിക്കുമ്പോൾ ഒരു 2 കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, യൂട്യൂബർ ആണോ? അപ്പോ ബാംഗ്ലൂര് അല്ലല്ല, നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയി. കോവിഡ് ഇതൊക്കെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയി. ഏത് വർഷമാണ് ഷിഫ്റ്റ് ആയത്? 2020 തന്നെ. ഓക്കെ, 2020 തന്നെ ഒരു ഐ തിങ്ക് ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ നാട്ടിലെത്തി. എന്നിട്ട് ദിസ് ഇസ് ഹാപ്പനിങ് ഐ തിങ്ക് ഇൻ ഡിസംബറിലാണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഈ സമയത്ത് ഇങ്ങനെ ഇടയ്ക്ക് ട്രാവൽ ചെയ്യും. വർക്ക് ഫ്രം ഹോം ആണ്, യു ക്യാൻ വർക്ക് ഫ്രം എനിവർ നോട്ട്. പക്ഷേ ഈ സമയത്ത് കുറച്ച് കമ്മിറ്റ്മെന്റ്സ്, വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2020 ആണ്. ആൻഡ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ രാത്രി ഞങ്ങൾ ഫ്രണ്ട്സ് ഒരു കഫേയിൽ ഇരുന്നിട്ട്, നമ്മുടെ നാട്ടിൽ വന്ന് ഹാങ് ഔട്ട് ചെയ്യുന്ന സ്പേസ് ഉണ്ട്, 4 ആളും ഇരിക്കുമ്പോൾ 2 കുട്ടികൾ, ചെറിയ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, യൂട്യൂബർ ആണോ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, നിങ്ങളെ കണ്ട് നല്ല പരിചയമുണ്ട്, യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ദാറ്റ് വാസ് ജസ്റ്റ് എ ക്വസ്റ്റ്യൻ. ബട്ട് എനിക്കത് I always wanted to do something. പക്ഷെ it was like, okay, this is a sign. ഞാൻ സയൻസിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുക്കുന്ന ആളാണ്. This is a sign, okay, എനിക്കൊരു യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള സാധനം വന്നു. സോ ഞാൻ എൻറ്റയർ ഇന്റർനെറ്റിന്റെ ബാക്ക് ഔട്ട് ഉണ്ടായിരുന്ന സമയത്തേക്കാട്ട് ഐ വാണ്ടഡ് ടു കം ബാക്ക്. സോ ഐ ഡിസൈഡ്, ഓക്കെ, ഞാൻ വരുന്ന സമയത്ത് ഐ വിൽ ഡു സംതിങ്. ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്യും. There was another reason was, ഞാൻ എന്തൊക്കെ അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എല്ലാം ഞാൻ മിഡ്വേ ഡ്രോപ്പ് ചെയ്തിട്ട് പോയ ഒരാളാണ്. സോ ഐ വാസ് വെരി ഇൻ ടു ക്വിറ്റിംഗ്. സോ ക്വിറ്റിംഗ് വാസ് എ ഹാബിറ്റ്. സോ ഈ ക്വിറ്റിംഗ് എന്നുള്ള ഹാബിറ്റ് ക്വിറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സാധനം ലോങ് ടേമിൽ ചെയ്യണം. അത് വീഡിയോ ആയിക്കോട്ടെ. പക്ഷെ അതിന്റെ ഒരു തുടക്കം ആക്ച്വലി ബൈജൂസിന് കിട്ടി. 3.5 years അല്ലെങ്കിൽ 4 years അടുത്ത് 3 years ബൈജൂസിൽ. പക്ഷേ ഈ സമയത്ത് അറൌണ്ട് 1.5 year ആയിട്ടുള്ളൂ ബൈജൂസിൽ. ഞാൻ കണ്ടന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോവിഡ് വന്നിട്ടൊക്കെ ആകുമ്പോഴേക്കും 1.5 year ആയിട്ടുള്ളൂ. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഈ സംഭവം ചെയ്യണം. അപ്പൊ ബൈജൂസിന് ക്വിറ്റ് ചെയ്തിട്ടില്ല? എപ്പോഴാ? അത് 3 years കഴിഞ്ഞിട്ടാ. ഓക്കെ. സോ ഞാൻ അങ്ങനെ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ട് വരികയാണ്. ആൻഡ് ഞാൻ അതിന് മുന്നേ ഒരുപാട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സൈഡ് ഹസൽസ് പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എനിക്കൊരു സാധനം ഇങ്ങനെ ചെയ്തു വന്ന് തുടങ്ങുമ്പോഴേക്കും എനിക്ക് പുതിയൊരു സാധനത്തിലേക്ക് ഇൻട്രസ്റ്റ് വരും, അങ്ങനെ പോകും. സോ ഐ ഹാഡ് ദിസ് മൾട്ടി പൊട്ടൻഷ്യലൈറ്റ് തിങ്. അങ്ങനെ അത് എനിക്ക് എന്തിലും ഒന്ന് സ്റ്റേബിൾ ആണ്. ബിക്കോസ് ഐ വാസ് ഡൺ വിത്ത് നോട്ട് കംപ്ലീറ്റിംഗ് എനിത്തിങ്. അങ്ങനെയാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണേ.
സോ ഐ ഡിസൈഡഡ് ഒരാഴ്ച ഒരു യൂട്യൂബ് വീഡിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യും. ആൻഡ് ഐ വാസ് വെരി ഇൻസ്പയർഡ് വിത്ത് എന്താ പറയുക ഓൾ ദിസ് തിങ്സ് ഹാപ്പനിങ്. അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ ഒരു രസത്തിന് ചെയ്ത് തുടങ്ങിയാണ്. ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എനിക്ക് എഡിറ്റ് ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ പോയി വീഡിയോസൊക്കെ നോക്കി, പ്രീമിയർ പ്രോ ഒക്കെ പഠിച്ച് എന്നിട്ട് ആദ്യത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യുക ഒക്കെ ആയിട്ടുള്ള. സോ ഐ ലവ് ദ പ്രോസസ്. അങ്ങനെ ഞാൻ ഒരാഴ്ച വീഡിയോ എന്നുള്ള ഇതിലേക്കായിട്ട് ഒരു 3-4 ആഴ്ച പോയി. പിന്നെ ഞാൻ വിചാരിച്ച് അതുവരെ എനിക്ക് ഈ റീൽസ് ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര വെറുപ്പാണ് ഇവരിങ്ങനെ ചെയ്ത് നടക്കാനൊക്കെ ഡബ് സ്മാഷ് ഒക്കെ വന്നിട്ടില്ല. സംഭവം ഐ ഡിസൈഡ് ഓക്കെ എനിക്ക് റീൽസ് കൂടെ ചെയ്യണം എന്നൊക്കെ ചെയ്യാനൊക്കെ വന്ന് ഞാൻ ഒരു റീൽസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഐ ഡിസൈഡഡ് ഓക്കെ നൗ ഇറ്റ്സ് ടൈം എനിക്ക് ഓൾ ഇന്ന് പോകണം. എനിക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ഓൾ ഇന്ന് പോവാന്നുള്ളൊരു തീരുമാനം എടുത്ത് ഡിസൈഡ് ചെയ്ത് എല്ലാ ദിവസവും ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നതിലൊക്കെ ആയിട്ട്. ആൻഡ് സം ഹൗ അൺനോയിങ്ലി ബിക്കം എ കോണ്ടന്റ് ക്രിയേറ്റർ. അങ്ങനെ അത്തരത്തിലായിട്ട് ഈ സമയത്ത് എന്ത് വീഡിയോസ് ആയിരുന്നു പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്? സെൽഫ് ഗ്രോത്ത്, പ്രൊഡക്ടിവിറ്റി, ലൈക് മെന്റൽ ഹെൽത്ത്, സെൽഫ് ഗ്രോത്ത് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അതിന് മുന്നേ ഈ എനിക്കൊരു ജേർണി ഉണ്ടായിരുന്നു. എൻ്റെതായിട്ടുള്ള മെന്റൽ ഹെൽത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജേർണി ഉണ്ട്. 2021 ഉണ്ട് വന്നിട്ട്. അതാണ് സോഷ്യൽ മീഡിയ ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സമയത്ത് ഞാൻ കുറച്ച് ഒരു പേഴ്സണൽ ലൈക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അതിന്റെ ഞാൻ ആഫ്റ്റർ എഫക്ട്സ് അല്ല, അതിൽ നിന്ന് കടന്നു പോയിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഷെയർ ചെയ്യാന്നൊക്കെ വെച്ചിട്ടായിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ബിക്കോസ് ഐ സ്റ്റിൽ ബിലീവ് ചെയ്യുന്ന സാധനമാണ്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയുകയാണെങ്കിൽ അത് ആരൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ള സാധനം. അപ്പൊ അങ്ങനെയാണ് വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നത്. ആൻഡ് ഒരു മാർച്ചൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഒരു തീരുമാനം എടുത്ത് എല്ലാ ദിവസവും കണ്ടന്റ് പോസ്റ്റ് ചെയ്യാൻ നടത്തിയിട്ട്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ ഈ വീഡിയോസ് ഒക്കെ അപ്പൊ ഇംഗ്ലീഷിലെല്ലാം ചെയ്യുന്നത്. ഈ വീഡിയോസ് എടുത്ത് തുടങ്ങിയിട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എനിക്ക് ഇങ്ങോട്ടേക്ക് എൻക്വയറീസ് വരാൻ തുടങ്ങി. അതായത് ഫസ്റ്റ് ഒരു സബ്സ്ക്രൈബർ ബേസ് അല്ലെങ്കിൽ വ്യൂവർ ബേസ് ആരായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഞാൻ അത്ര പ്രൊഫഷണൽ ആയിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. ആരായിരുന്നു? ഓക്കെ, ഞാൻ ചുമ്മാ ഇടും ആരെങ്കിലും ഒക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ. ഞാന് എന്റെ ഒരു ഗ്രോത്ത് അതെനിക്ക് ക്വിറ്റിങ് നിർത്തണം, എന്തെങ്കിലുമൊക്കെ ലോങ് ടേമിൽ ചെയ്തോണ്ടിരിക്കണം. ഇതാണ് ആകെ ഉണ്ടായിരുന്ന തോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ എൻക്വയറീസ് വന്നു തുടങ്ങി. ലൈക്ക് നിങ്ങൾ വന്നിട്ട് പ്രസന്റ് ചെയ്യോ, ഈ ഇംഗ്ലീഷ് കോഴ്സസ് ഒക്കെ ഓഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഓൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള. ഫോന് ഇങ്ങനെ റിക്കവർ എനിക്ക് കുറച്ച് വീഡിയോസ് വേണം ഇനി വാ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ മലപ്പുറം പോയി. അവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് തുടങ്ങി. ഞാൻ അവിടെ ഒരാളെ പരിചയപ്പെട്ട്. അപ്പോൾ ഓൾറെഡി ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ പോഡ്കാസ്റ്ററോ കേരളത്തിലോ പോഡ്കാസ്റ്റ്? അപ്പൊ ഞാൻ അറിയുന്നില്ല കേരളത്തിലെ പോഡ്കാസ്റ്റേഴ്സിലെ കാര്യങ്ങളൊന്നും. അപ്പൊ പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ കുറെ പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട്. മലയാളത്തിലെ പോഡ്കാസ്റ്റേഴ്സോ നല്ല സാധനം ഞാൻ അപ്പോഴാണ് അറിയണത്. അങ്ങനെ ഓനെ എനിക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എങ്ങനെ ആളുകളും കണക്ട് ചെയ്തിട്ട് ഒന്നിലേക്ക് ആഡ് ആയി. അപ്പൊ അതിലിങ്ങനെ 10-30 ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ പോഡ്കാസ്റ്റേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ എപ്പിസോഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മലയാളത്തിൽ പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ ആർക്കും പോഡ്കാസ്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ അന്ന് കേരളത്തില്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ഇല്ല. വളരെ ഏർലിയാണ്. സോ ഐ ഡിസൈഡഡ് ഓക്കെ പോഡ്കാസ്റ്റ് തുടങ്ങാം. കാരണം ഭയങ്കര ഏർലിയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. പോഡ്കാസ്റ്റ് എന്ന് റിസ്വാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും? പോഡ്കാസ്റ്റ് എന്നുള്ള ആ വാക്കിനോട് പോഡ്കാസ്റ്റ് ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയോ ആയിരുന്നു. ലൈക്ക് അതായത് ഓഡിയോ ഫോർമാറ്റിൽ എന്ത് വാല്യൂബിൾ ഇൻഫർമേഷൻ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പോഡ്കാസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് അതിന് ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട്. ഇഫ് യു ആസ്ക് മീ വാട്ട് ഈസ് എ പോഡ്കാസ്റ്റ്, എനിത്തിങ് വാല്യൂബിൾ പോഡ്കാസ്റ്റ് ആണ്. വിളിക്കാം, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഉണ്ടാവും. ക്യാൻ ബി ആൻ ഇന്റർവ്യൂ, ക്യാൻ ബി എ സോളോ വീഡിയോ, വാട്ട് എവർ ഇറ്റ് ഇസ്. സോ അങ്ങനെ ഒരു വീഡിയോ തുടങ്ങി, അല്ലെങ്കിൽ ഒരു സാധനം തുടങ്ങി. ഞാൻ എടുത്തുചാട്ടം മുന്നേ ഉള്ളതാണ്. അപ്പോൾ ഇന്ന് വന്ന് കോൺവെർസേഷൻ കഴിഞ്ഞ് ഞാൻ ഇന്ന് അനൗൺസ് ചെയ്തു ഞാൻ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാൾ അനൗൺസ് ചെയ്തു. എന്നാൽ എനിക്ക് 2000 ഫോളോവേഴ്സ് ഒന്നും ഉണ്ട്. ഈ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ അനൗൺസ് ചെയ്തിട്ട് ഞാൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ചിന്തിക്കണം എന്താ പോഡ്കാസ്റ്റ്, എങ്ങനെ പോഡ്കാസ്റ്റ് തുടങ്ങും, അതൊന്നും അറിയില്ല. ബാക്ക് ടു യൂട്യൂബ് പോയി അടിച്ചു നോക്കി. അപ്പൊ ഞാൻ ആങ്കർ FM ഒക്കെ കണ്ടുപിടിച്ച് ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവമൊക്കെ റെഡിയാക്കി. സോ അണ്ടർസ്റ്റാൻഡ് എങ്ങനെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എപ്പിസോഡ്സ് ഇടാനായിട്ട് തുടങ്ങി. എവിടെ, ഏത് പ്ലാറ്റ്ഫോമില്? ഞാൻ യൂട്യൂബിലും സ്പോട്ടിഫൈയിലൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഓഡിയോ ഉണ്ട്, വീഡിയോ ഇടും, രണ്ടും ഇടും. സോ ആ സമയത്ത് മലയാളത്തില് വീഡിയോ പോഡ്കാസ്റ്റ് ഇല്ല, ആരും ചെയ്യുന്നില്ല. ഐ തിങ്ക് ലൈക്ക് സെർച്ച് ചെയ്തിട്ട് പോലെ എനിക്ക് അന്നൊരു സമയത്ത് കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉണ്ടായി. അങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങി. ഈ സാധനം ഒരു 1.5 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ എല്ലാ ആഴ്ചയും ഒരു പോഡ്കാസ്റ്റ് പൊക്കോണ്ടേ ഉണ്ടായി. അതേപോലെ തന്നെ 1.5 കൊല്ലം ഇൻസ്റ്റയിലും ഡെയിലി കണ്ടന്റ് പോകണ്ടായി. സോ ഐ വാസ് അറ്റ് ഹോം, വർക്കില്ല, ഫുൾ ലൈക്ക് ഹോം, എല്ലാം സ്വന്തമാണ്. പിന്നെ അഗൈൻ ബൈജൂസിൽ ആ സമയത്ത് വർക്കിംഗ് ഉണ്ട്, പക്ഷെ മൈ ജോബ്
is basically 2-3 years. So ബാക്കിയുള്ള സമയം my part time job was Byju's, full time job was ഇതിലേക്കായി. So eventually ഞാൻ ഒരു ഫുൾ ടൈം ഇതിലേക്കായിട്ട് വരുന്നതിലേക്കായി. I love that process, enjoy that process. അങ്ങനെ എനിക്ക് ആക്സസ് ഇല്ലാത്ത കുറെ ആൾക്കാർ ഉണ്ടായി. പക്ഷെ പോഡ്കാസ്റ്റ് ത്രൂ എനിക്ക് അതിലേക്ക് ആക്സസ് കിട്ടാൻ തുടങ്ങി. ലൈക്ക് ഞാൻ മെസ്സേജ് അയച്ചാൽ ഗസ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, മെസ്സേജ് അയക്കാൻ തുടങ്ങി. സോ ഇത് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് സോ ഐ ആം ഗെറ്റിംഗ് ആക്സസ് ടു പീപ്പിൾ നൗ എന്നുള്ള സാധനം വന്നു തുടങ്ങി. പിന്നെ ചില്ലറ ഒരിക്കലും വിചാരിക്കാത്ത അതിനിടയിൽ ഞാൻ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്തതിൽ ഒരാൾ എനിക്ക് ജോഷ് ടോക്കിലേക്ക് ഒരു എൻട്രി വന്നു. ജോഷ് ടോക്ക് പോയി, ജോഷ് ടോക്ക് കൊടുത്തിട്ട് ആ സമയത്ത് എനിക്ക് ഐ തിങ്ക് അഗൈൻ 2000-3000 ഫോളോവേഴ്സ് എന്തോളൂ, ബട്ട് ഐ എം നോട്ട് നോൺ. പക്ഷെ എനിക്ക് ജോഷ് ടോക്കിലേക്ക് എൻട്രി വന്നു. ജോഷ് ടോക്കിൽ 1.5 കൊല്ലം കഴിഞ്ഞിരുന്നോ? ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ്ലി ഇടുന്നുണ്ട്. 1.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഈ ജോഷ് ടോക്കൊക്കെ വരുന്ന സമയത്ത് ഐ തിങ്ക് ഒരു 6-7 months into the thing ആയിട്ടുള്ളൂ. ജോഷ് ടോക്ക് വന്നു. ജോഷ് ടോക്ക് വന്നിട്ട് ഈ ജോഷ് ടോക്ക് വീഡിയോ കുറച്ച് ഒന്ന് ഇതായി. അപ്പൊ ആൾക്കാർ കുറച്ചും കൂടെ അറിയാൻ തുടങ്ങി. മീൻ വൈൽ ഒരു 2022 ആയി. ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് ഞാൻ 25 ആയപ്പോൾ അന്ന് ഞാൻ റെസിഗ്നേഷൻ ഇട്ട് എന്നിട്ട് അവിടുന്ന് ക്വിറ്റ് ചെയ്ത്. ആൻഡ് സോ ഇൻ 25 റിട്ടയർഡ് ഫ്രം ദ കോർപ്പറേറ്റ്. ഇതാണ് ഞാൻ എല്ലായിടത്തും പറയാം. അത് കഴിഞ്ഞ് ഞാൻ ഡിസൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഐ വോണ്ട് ടു ഡു പോഡ്കാസ്റ്റ് നൗ. ഞാൻ ലൈക് ഫുൾ ടൈം ആയിട്ട് പോഡ്കാസ്റ്റ് കാര്യങ്ങൾ. പോഡ്കാസ്റ്റിൽ റവന്യൂ വല്ലതും ഉണ്ടായിരുന്നു കിറ്റ് ചെയ്യുന്ന സമയത്ത്? ഇല്ല, ഒന്നുമില്ല. സേവിങ്സ് വല്ലതും ഉണ്ടായിരുന്നു? സേവിങ്സ് ഒരു 5-6 മാസത്തെ സേവിങ്സ് ഉണ്ടായിരുന്നു. സോ ഞാൻ 2022 ജൂണിലാണ് ക്വിറ്റ് ചെയ്യണത്. ഞാനൊരു ഒക്ടോബർ വരെയൊക്കെ വാസ് എ വെരി ബിഗ് സ്പെൻഡർ. അങ്ങനെ ഞാൻ തീരുമാനിക്കുകയാണ് എന്ത്, എനിക്കൊരു ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്ക് ക്വിറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് ഉണ്ടായത്. പക്ഷെ ജൂൺ ആയപ്പോഴേക്കും ഞാൻ ക്വിറ്റ് ചെയ്ത്. അപ്പോൾ അതുവരെ കുറച്ച് പൈസ സേവ് ചെയ്യണം എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ സേവ് ചെയ്തുണ്ടാക്കി കുറച്ച് പൈസ കൈമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അഗെയിൻ ഒരു മെയ് ഒക്കെ ആയപ്പോഴേക്കും ഒരു ക്രെഡിറ്റ് കാർഡ് ഫ്രോഡിൽ എനിക്ക് ആ സേവ് ചെയ്ത് വെച്ച പൈസ എല്ലാം കൊടുക്കേണ്ടി വന്നു. എനിക്ക് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ആരോ യൂസ് ചെയ്തിട്ടൊക്കെ മറ്റേ സീനായി. അങ്ങനെ വിത്തൗട്ട് എ പ്ലാൻ ഞാനത് ക്വിറ്റ് ചെയ്ത് ജൂണിൽ. ബട്ട് ദ പ്ലാൻ വാസ് ഞാൻ പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. ആൻഡ് ഐ ബാക്ക് എൻഡിൽ എനിക്കറിയാം കോഴ്സസ് സോ മൈ പ്ലാൻ വാസ് ഞാൻ പോഡ്കാസ്റ്റും മറ്റൊക്കെയായിട്ട് കോഴ്സൊക്കെ ചെയ്യുന്നൊക്കെയുള്ള പ്ലാനിലാണ്. ക്വിറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ നല്ല എൻജോയ് ചെയ്ത് റെക്കോർഡിങ് ചെയ്ത് നടക്കുക കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. അപ്പോഴാണ് ഹാരിസ് ഇങ്ങനെ മെസ്സേജ് എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടായിട്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ഒന്നുമില്ല പ്രത്യേകിച്ച്, നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യണം. ഫിഗർ ഔട്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേർഡാ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഫിഗർ ഔട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ പോവും, അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെ ഹാരിസ് മെസ്സേജ് എന്താ പ്ലാന്? ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, ഫിഗർ ഔട്ട് ചെയ്യണം. അപ്പൊ ഹാരിസ് ചോദിച്ചു വുഡ് യു ലൈക്ക് ടു ഫിഗർ ഔട്ട് വിത്ത് മീ എന്നൊക്കെ ചോദിച്ചു. നോക്കാം. ഹാരിസ് ചിന്തിച്ചിട്ട് ഇവിടെ വന്നു. ഹാരിസുമായിട്ടുള്ള ബന്ധം എങ്ങനെയാ? ഇൻസ്റ്റഗ്രാമിലുള്ള ഹൈ ബൈ ബന്ധമാണ്. അപ്പൊ നീ ക്വിറ്റ് ചെയ്ത് പറഞ്ഞപ്പോ ഹാരിസ് വെറുതെ മെസ്സേജ് അയച്ചു. അങ്ങനെ ഹാരിസ് ഇവിടെ ആദ്യം ഹാരിസൺ കോയിലേക്ക് ഫസ്റ്റ് എൻട്രി വരുന്ന വെച്ചാൽ ഹാരിസ് വാണ്ടഡ് ടു ഡു എ പോഡ്കാസ്റ്റ് ഫോർ HNCO. HNCOക്ക് പോഡ്കാസ്റ്റ് ചെയ്യണം. സോ അതിനാണ് എന്നെ ഹയർ ചെയ്യണം, അല്ലെങ്കിൽ ഹാരിസ് മെസ്സേജ് അയക്കണം, പോഡ്കാസ്റ്റ് ചെയ്യണം. അതേപോലെ നീ വെറുതെ ഇരുന്നിട്ട് ഐഡിയാസ് ചിന്തിക്കണം ക്ലയൻസിനൊക്കെ വേണ്ടിയിട്ട്, സ്ട്രാറ്റജി. ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യണം. ഇവിടെ വന്നിട്ടായിട്ട് ഇവിടെ വരുമ്പോഴേക്ക് ഓൾറെഡി ലൈക്ക് അക്കാദമി ഉണ്ട്, അക്കാദമി ഹാദി ഉണ്ട്, ഒരു 8 എംപ്ലോയി ആണ്. ആൻഡ് ഞാൻ വരുന്നത് ഒരു 5000-6000 മെമ്പർ ടീം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. ഇവിടെ വരുന്ന സമയത്ത് കേവസ് ആണ്. ആൻഡ് ലൈക്ക് അത് ചെയ്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് സംഹൗ ഫ്രം ദി ഏജൻസി ഞാൻ ഫുൾ അക്കാദമിയിൽ ഇൻവോൾവിങ്ങിലേക്കായി. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചായ അടിച്ചു കൊടുക്കുന്ന ഇടയിൽ ലൈക്ക് നമ്മളിങ്ങനെ ഞാൻ എൻ്റെ കഥ പറഞ്ഞു, ഞാൻ ബൈജൂസ് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊടുക്കുന്ന ഇടയിൽ ഹാരിസ് അവിടെ ഉണ്ടായി. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് ലൈക്ക് ഹി ആസ്ക്ഡ് ലൈക്ക് വെദർ വുഡ് യു ലൈക്ക് എനിക്ക് അക്കാദമി ഒറ്റയ്ക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല, ജോയിൻ ചെയ്യാൻ പറ്റുണ്ടോ, യു ക്യാൻ ബി മൈ പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് അങ്ങനെ വി കെയിം ഇൻ ടു ലൈക്ക് ദാറ്റ് കോൺവെർസേഷൻ. ആൻഡ് ദാറ്റ് വേ ഞാൻ co-founder ആയി. ഹി ഓൾസോ അനദർ co-founder ആയി. ഞാൻ ഐ ഡിസൈഡ് ഓക്കെ ആക്ട് ആസ് എ CEO. അങ്ങനെയാണ് അക്കാദമിയിലേക്ക് ഇവിടുത്തെ ഇവൻച്വലി എത്തണം. സോ ഇതാണ് ഫ്രം ദ സ്കൂൾ ടു വേർ എങ്ങനെ ഹാരിസൺ കോ എത്തി എന്നുള്ളതിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ജേർണിയിൽ എനിക്ക് മനസ്സിലാവുന്നത് ദ മേജർ പാർട്ട് കണ്ടന്റ് ആണ് കളിച്ചത്. മേജർ പാർട്ട് കണ്ടന്റ് ആണ് കളിച്ചത്. അതിനേക്കാളും മേജർ പാർട്ട് കളിച്ചുള്ള സാധനം എന്താ വെച്ചാൽ എൻ്റെ ഇൻസ്റ്റബിലിറ്റിയാണ്. ലൈക്ക് ഞാൻ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിലെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ള സാധനം. കാരണം എനിക്ക് ഓരോ ദിവസം ഓരോ ഇൻട്രസ്റ്റാണ്.
ആൾക്കാർ എന്നും അതിനെ കുറിച്ച് സംസാരിക്കും, അതിനെ കുറിച്ച് എല്ലാം ഇൻട്രസ്റ്റാണ്. ഇപ്പൊ നാളെ ന്യൂറോ സയൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇപ്പൊ ഇപ്പോഴത്തെ ക്വാണ്ടം മെക്കാനിക്സ് എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഫിസിക്സ് ആണെങ്കിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റ്, എല്ലാത്തിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ആൻഡ് ദാറ്റ് ഗെയിം മീ ഓപ്ഷൻസ് ടു നോട്ട് സെറ്റിൽ എനിവേർ. ഭയങ്കര ഇൻസെക്യൂർ ആ കാര്യത്തിലുണ്ടായിരുന്നു. ആൻഡ് അതാണ് ഇവൻച്വലി കോണ്ടന്റിലേക്ക് എത്തിക്കണത്. ആൻഡ് കോണ്ടന്റിലേക്ക് എത്തിയിട്ടും അവിടെ കിട്ടിയിരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, എസ്പെഷ്യലി വെൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ടഡ്, കുറെ ടൈപ്പ് ഓഫ് ആൾക്കാർ ആക്സസ് കിട്ടി. ആ ആക്സസിലേക്ക് വരുന്ന സമയത്തും നമ്മൾ സംസാരിക്കുന്നത് ഒരേ കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങളാണ്. സോ ആരടുത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് അവരെ കൂടെ ഒക്കെ സംസാരിക്കാൻ പറ്റും, കാരണം ഞാൻ എല്ലായിടത്തും തലയിട്ടിട്ടുണ്ട്. കറക്റ്റ്. അപ്പോൾ നിന്റെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് കണ്ടന്റ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്തതിൽ നിന്ന് പല ആക്സസുകളും കിട്ടി, പലരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ അകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് യു ആർ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ. ഓക്കെ. പക്ഷെ അവിടെ നിന്ന് നിന്റെ ഒരു ബ്രാൻഡ് ബിൽഡ് ആവുകയാണ്. ഒരു റിസ്വാൻ എന്നല്ല, ഒരു ബ്രാൻഡ് ബിൽഡ് ആവുകയാണ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇപ്പം എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് ഒരു മിനിമം ഒരു 100 സ്റ്റുഡൻസ് എവറി മന്ത് നിങ്ങൾക്ക് എൻറോൾ ചെയ്യുന്നുണ്ട് ഓഫ്ലൈനിൽ. ഓൺലൈനിൽ ഐ തിങ്ക് ഓൺലൈനിലും 100 സ്റ്റുഡൻസിൻ്റെ മുകളിലുണ്ട്. അപ്പം ഇപ്പം എത്തി നിൽക്കുന്നത് അതിൻ്റെ അകത്ത് ഈ ഒരു സാധനത്തിന്, അതായത് റിസ്വാൻ എന്നുള്ള പേഴ്സണൽ ബ്രാൻഡിന് എത്ര റോളുണ്ട്? ഐ തിങ്ക് വലിയ റോളുണ്ട്. ബട്ട് അത് ആക്ച്വലി ഒരു പ്രോ ആണ്, ഒരു കോണോ ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ബട്ട് പേഴ്സണലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ എല്ലാവരും വരുന്നത് ഒരു പെർട്ടിക്കുലർ സാധനം എക്സ്പെക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ മോർ ദാൻ എ ബ്രാൻഡ് ഒരിക്കലും, ഇപ്പോൾ നമ്മളൊരു ഫുട്ബോളിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരാൾ റയൽ മാഡ്രിഡിന് ഒരു ടീമുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് ടീമിനേക്കാളും വലുതായി വരുന്നു, അന്ന് ആ ടീം അവിടെ ഇല്ലാണ്ടാവുകയാണ്. അത് ആ പ്രശ്നം അവിടെ അത് ഇല്ലാണ്ടാക്കാൻ അവിടെ അയാൾ മാനേജറും ഇവരൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അത് ഞാൻ ഫുട്ബോളിൽ നിന്ന് കണ്ടിട്ടൊരു സാധനം. സോ എവിടെ ഇപ്പൊ ഒരു ടീമിൽ ഒരു പ്ലെയർ ആ ക്ലബിനേക്കാളും വലുതാകുന്ന സമയത്ത് ആ ക്ലബ് അത് മാറ്റിയിട്ടുണ്ട്. സോ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ സംബന്ധിച്ചാൽ ഒരിക്കലും ഫൗണ്ടർ അല്ലെങ്കിൽ സാധനം അവിടെ ഉണ്ടാവണം, ബട്ട് ബ്രാൻഡ് ഷുഡ് ഓവർ പവർ, അല്ലെങ്കിൽ ബ്രാൻഡിന് ഒരു വാല്യൂ ഉണ്ടാവണം. ഇപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന എടുക്കുന്ന സാധനം എന്ന് വെച്ചാൽ ആ ബ്രാൻഡിന് എങ്ങനെ ഒരു മീനിങ് അല്ലെങ്കിൽ പേർപ്പസ് കൊടുക്കുക എന്നുള്ളതാണ്. ബട്ട് കമ്മിങ് ടു ദ പോയിന്റ്, എത്രത്തോളം അത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം വി ആർ ലിവിങ് ഇൻ 2024 ആൻഡ് ഇവിടെ നമ്മളൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് വെച്ചോ. അപ്പോൾ ആ ഇൻസ്റ്റാഗ്രാം പേജിലെ ബിസിനസ്സിന് എൻ്റെ അടുത്ത് ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, ഇന്ന സർവീസ് മറ്റു മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് സെൽസ്. ആൾക്കാർക്ക് അത് വേണ്ട, ദർ ഇസ് നത്തിങ് വാല്യൂബിൾ ഇൻ ദാറ്റ്. ബട്ട് ഒരു ഫൗണ്ടർ ഉണ്ട്, ആ ഫൗണ്ടർ എങ്ങനെയാ കമ്പനി ബിൽഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കുന്നുണ്ട്, അവിടത്തേക്ക് എങ്ങനെ എത്തിയെന്ന് കാണിക്കുന്നുണ്ട്, സ്ട്രഗിൾസ് കാണിക്കുന്നുണ്ട്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് അത് വേണം. സോ ഇൻഡയറക്ട്ലി ഒരു ബ്രാൻഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റീഡയറക്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്ന് അതേ പറ്റുള്ളൂ. ഇൻ ദാറ്റ് ഇസ് വെരി എസെൻഷ്യൽ. സോ ഇന്നിപ്പോ എന്തുകൊണ്ട് പീയൂഷ് ബൻസാൽ ക്രിയേറ്ററായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അനുപം മിത്തൽ ഷാർക്ക് ടാങ്കിൽ വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അഷ്നീർ ഷാർക്ക് ടാങ്കിലേക്ക് വരുന്നു, അയാൾ പോഡ്കാസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് രാജ്യമാൻ ഒരു സാധനം ചെയ്യണം, ബേസ് ബൈസെപ്സ് ഒരു സാധനം ചെയ്യണം, എന്തുകൊണ്ട് ഇന്ത്യയിലത്തെ ഏറ്റവും ബിഗസ്റ്റ് ബ്രോക്കറേജ് ആയ സെറോദന്റെ നിഖിൽ കാമത്ത് പോഡ്കാസ്റ്റ് ചെയ്യുന്നു. അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. കറക്റ്റ്, റൈറ്റ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് വേറെ സംബന്ധിക്കുന്നതാണ് ഇപ്പൊ മൻ കി ബാത്ത്, മോദി, റൈറ്റ്. അയാള് ഒരു സാധനം എല്ലാ ദിവസവും ഇറ്റ്സ് ബേസിക്കലി എ പോഡ്കാസ്റ്റ്, ഒരു റിലീസാണ്, റേഡിയോ ആണ്. എന്തുകൊണ്ട് അയാൾ ആ ടൈം എടുത്തിട്ട് ആ കണ്ടന്റ് അല്ലെങ്കിൽ ആ സാധനം പുഷ് ചെയ്യുന്നു? ഇറ്റ് ഈസ് ടു ബേസിക്കലി മേക്ക് ഷുവർ ദാറ്റ് ആൾക്കാരിൽ ഹിയേഴ്സ് മീ എന്നുള്ളതൊക്കെയാണ്. ഇന്നതില്ലാണ്ട് സർവേ ചെയ്യാൻ പറ്റൂല. സോ ആൾക്കാർ ഫുൾ ടൈം ഫോണിലാണ്, ഒന്നെങ്കിൽ ഇയർഫോൺ ചെവിയിലുണ്ടാവും, അല്ലെങ്കിൽ അവർ കണ്ടോണ്ടിരിക്കും. തീർച്ചയായിട്ടും. ഹൗവർ ഇറ്റ് ഈസ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് റേഡിയോ പിന്നെയും കുറവാണ്, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് കേൾക്കാൻ നിൽക്കുന്നത് കുറവാണ്. ബട്ട് പുറത്തൊക്കെ അത് ഭയങ്കര വലിയ ഒരു മാർക്കറ്റാണ്. ഇന്നത് മാറി വരുന്നുണ്ട്, ഇന്നതൊരു എസെൻഷ്യൽ പാർട്ടായിട്ട് വരുന്നുണ്ട്. സോ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്ന സംഭവമാണ്, നമ്മൾ മുഖത്ത് നോക്കിയിട്ട് പറയും. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഒരാൾ മുഖത്ത് നോക്കി എന്റെ മുഖത്തൊരു കളലക്ഷൻ എന്ന് പറയും. പക്ഷെ ആരെ മുഖത്ത് നോക്കിയിട്ടും എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ആണെന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റ് പോലെ ഒരിക്കലും ഒരാളും പറയില്ല. അതിന് യു ഹാവ് ടു സേ ഓക്കെ എന്റെ അടുത്ത് ഇന്നൊരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സ്കില്ലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം അറിയാം, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാലേ ആരെങ്കിലും അറിയുള്ളൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, കരയണം. സോ ദാറ്റ് ഈസ് എ ഹോൾ തിങ്. വാവിട്ട് കരയണം. എത്രത്തോളം ഒച്ച ഉണ്ടാക്കും. ഇപ്പൊ ലെറ്റ്സ് ടേക്ക്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, റൈറ്റ്. അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ അറിയുന്ന ആൾക്കാരെക്കാളും ടാലന്റ് ആയിട്ട് ആൾക്കാരായിരിക്കാം,
പക്ഷെ ഈ അറിയുന്ന ആൾക്കാർ എടുത്ത ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ കാണിച്ചൊരു ധൈര്യം അവർ കാണിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഇന്നും വിസിബിൾ ആയിട്ടുണ്ടാവും. അത് പറയുമ്പോൾ എനിക്കിപ്പം കൂട്ടി വായിക്കാൻ പറ്റണ ഇപ്പം ഇറങ്ങിയ വാഴ എന്നുള്ള സിനിമയാണ്. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ക്രിയേറ്റേഴ്സാണ്. അതായത് ഞാൻ തന്നെ ചെയ്ത്, ഞാൻ തന്നെ റിലീസ് ചെയ്ത്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തു, ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. പണ്ട് നമ്മൾ കളിയാക്കി പറയുന്നത് പ്രൊഡ്യൂസറും ആക്ടറും ഡയറക്ടറും ഒക്കെ അവൻ തന്നെയാണ്. ഇപ്പൊ ആക്ച്വലി അതാണ് നമ്മൾ ഒരു കാലത്ത് സന്തോഷ് പണ്ഡിതിനെ ഭയങ്കരമായിട്ട് കളിയാക്കി ഉണ്ടായിരുന്നു. സോ സന്തോഷ് പണ്ഡിത് ഐ തിങ്ക് ഭയങ്കര പഠിക്കേണ്ട കേസ് സ്റ്റഡിയാണ്. ഹൗ എങ്ങനെ ഒരു ബ്രാൻഡ് അയാൾ ബിൽഡ് ചെയ്തിട്ട് എങ്ങനെ ഒരു ബിസിനസ് സ്വന്തം മുതലായിട്ട് അയാൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത്. ഇന്നിപ്പോ ഒന്നിനും ഒരു ലിമിറ്റ് ഇല്ല. ലൈക്ക് എനിബഡി ക്യാൻ ബി എനിത്തിങ്. മുന്നൊക്കെ ഒരു 10 വർഷം മുന്നേ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബീങ് എ യൂട്യൂബർ ലൈക്ക് ഒരു കരിയർ? ഇല്ല, ഒരിക്കലും ഇല്ല. വീട്ടിൽ നിന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആൾക്കാർ ലൈക്ക് കരിയർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആരും ചിന്തിച്ചില്ല. അച്ചാറ് ഓൺലൈൻ വെച്ചിട്ട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പൊടി ചെമ്മീന് ഉണക്കിയിട്ട് വെച്ചിട്ട് ജീവിക്കുന്നുണ്ട്. ഇതൊന്നും ആൾക്കാരും ചിന്തിച്ചിട്ടില്ല. മുന്നേക്കെ ആൾക്കാർ ഇപ്പൊ എന്റെയൊക്കെ ഉപ്പാന്റെ ഉപ്പ ഉണക്ക് ലൈക്ക് അതായത് ഉണക്ക് മീൻ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ പോയിട്ട് വിറ്റിട്ട് അന്ന് വിറ്റ് കാശ് കിട്ടിയ അന്നത്തെ ഉണക്ക് പോയി കഴിഞ്ഞാൽ വീട്ടില് ഭക്ഷണം ഉണ്ടായി. ഇന്ന് അതിന്റെ ആവശ്യമില്ല. ഇന്ന് യു ഹാവ് എൻ ഇൻവെന്ററി. അത് നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യം കൂടി ഇല്ല. എൻറ്റയർലി ലൈക്ക് യു ഹാവ് പ്ലഗിൻസ്, യു ഹാവ് ഷോപ്പിഫൈ. ഒന്നും നിങ്ങൾ നോക്കണ്ട, ഡെലിവറി അടക്കം നിങ്ങൾ നോക്കണ്ട. സോ ഇന്ന് അവിടെയാണുള്ളത്. നിങ്ങൾ ചുമ്മാ പിന്നെ എന്താ പറയാ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടാൽ മതി. ഇപ്പൊ ഇന്നലെ ഞാൻ ഞങ്ങൾ ഒരു ഓൺലൈൻ സെഷൻ എടുക്കുകയായിരുന്നു ഞങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് തന്നെ. അപ്പൊ അതിൽ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, ഞാൻ വെബ് ഡെവലപ്മെന്റ് സെഷൻ കഴിഞ്ഞിട്ട് വാട്സാപ്പിൽ ഒരു സ്റ്റേറ്റസ് ഇട്ട് എല്ലാം അറിയുന്ന ഒരു ഫ്രണ്ട് കമ്പനി ഉണ്ടെന്ന് ഓന് എനിക്ക് മെസ്സേജ് അയച്ച് വാട്സാപ്പ് വെബ്സൈറ്റ് റെക്കമെൻഡ് എന്നിട്ട് വെബ്സൈറ്റ് ഞാൻ ഇപ്പൊ 2 ദിവസത്തിൽ ഡെലിവറി ചെയ്യും. ഞാൻ പറഞ്ഞു ആ വെബ്സൈറ്റ് എനിക്കൊന്ന് അയച്ചു തരണം. മോർ ദാൻ എനിത്തിങ് ലൈക്ക് അത് വെബ്സൈറ്റ് എത്ര ഇതായിക്കോട്ടെ, അവർ ചെയ്ത വർക്ക് എത്ര ചെറുതായിക്കോട്ടെ, അവരെ പോർട്ട്ഫോളിയോയിലെ സാധനം പോവാണ്. ഒരു റിയൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹൗ ഡിഡ് ഗെറ്റ് ഇറ്റ്? ഒരു ഉറുപ്പിക ചെലവില്ല, ഒരാൾ അറിഞ്ഞിട്ടില്ല. ജസ്റ്റ് വാട്സാപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടതാ. ഇത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അവരെ കൊണ്ട് ഇടിയിക്കാൻ എത്രത്തോളം എഫേർട്ട് എടുക്കണം അറിയോ? ഭയങ്കര എഫേർട്ട് ഉണ്ട്. ടെൽ റീസൺ വൈ. കാരണം വെച്ചാൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പേടിയാണ് ഞാൻ ചിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറയണത് എങ്ങനെയുണ്ട്, എന്റെ ഇംഗ്ലീഷ് പ്രോപ്പറാണ്. എന്റെ മലയാളം ഭയങ്കര ഇൻസെക്യൂറുണ്ട് മലയാളത്തിൽ. ഞാൻ സംസാരിക്കുന്ന മലയാളം ഒട്ടും പ്രോപ്പർ ആയിരുന്നില്ല. ഞാൻ ആ സമയത്താണ് പോഡ്കാസ്റ്റ് തുടങ്ങുന്നത്. അതും മലയാളത്തിലാണ് പോഡ്കാസ്റ്റ് തുടങ്ങുന്നത്. റീസൺ വൈ എനിക്ക് മലയാളം ബെറ്റർ ആക്കണം എന്നുള്ള സാധനമായിരുന്നു. എപ്പോഴും ഫസ്റ്റ് പോയിട്ട് ഒരു എപ്പിസോഡ് ഇട്ടാൽ കമന്റ് ബോക്സ് നോക്കും മലയാളത്തിൽ ആരെങ്കിലും ചീത്ത പറയണ്ടോ, ഫീഡ്ബാക്ക് പറയണ്ടോ എന്നുള്ള സാധനം. ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നോബഡി ഡിഡ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം വെച്ചാൽ നമ്മള് ലൈക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഇരിക്കുന്നത് ആക്ച്വലി ഇല്ലാത്തൊരു സംഭവമാണ്. എല്ലാരും എക്സ്പെക്ട് ചെയ്യണത് അവരൊരു സാധനം ഇട്ടാൽ അത് ജഡ്ജ് ചെയ്യാൻ, നോക്കിയിരിക്കാൻ, അവരെ കുറ്റം പറയാൻ, അവരിങ്ങക്ക് ഇങ്ങനെ ചെയ്തുകൂടെ പറയാൻ വേണ്ടിട്ട് ആൾക്കാർക്ക് സമയമുണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി ഇല്ല. സമയം ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് അത് ഇതോടെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ എന്തെങ്കിലും ചെയ്യുന്ന ആക്ച്വൽ അഡ്വൈസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഒരിക്കലും വന്നിട്ട് അത് ചെയ്യില്ല. ദേ ഹാവ് ദെയർ ഓൺ ലൈഫ് ടു വർക്ക് ഓൺ. പക്ഷെ ആ ഒരു സ്റ്റിഗ്മ എന്നൊക്കെ പറയല്ലേ, ആ ഒരു സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യാന് ഭയങ്കര പാട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടീമിനെ കൊണ്ട് ചെയ്യിക്കാൻ ഇറ്റ് ടുക്ക് മീ മന്ത്സ്. ഇറ്റ്സ് എ മസിൽ എന്നാ ഞാൻ വിശ്വസിക്കണേ. അത് ഇപ്പോൾ ഞാനൊരു 6 വർഷത്തിന്റെ മേലെ സ്പീക്കിംഗ്, കണ്ടിന്യൂസ്ലി സ്പീക്കിംഗ്. ഞാൻ സോഫാർ ഒരു 5000-6000 വീഡിയോസ് എടുത്തിട്ടുണ്ടോ, ചിലപ്പോൾ അതിന് മേലെ എടുത്തിട്ടുണ്ടോ. ഇപ്പോൾ ഒരു 80-85 എപ്പിസോഡ്സ് പോഡ്കാസ്റ്റ് ഞാൻ പേഴ്സണലി ചെയ്തിട്ടുണ്ട്. അതല്ല അതൊക്കെയായിട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു 10,000 hours മിനിമം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ. സ്റ്റിൽ ഒരു വീഡിയോ എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് ഐ ഹാവ് ടു കം ഇൻ ടു ലൈക്ക് അതിലേക്ക് വരണം. അത് അങ്ങനെയാണ്. ബട്ട് ദ മോർ യു ഡു ഇറ്റ് ദ ബെറ്റർ ബിക്കം. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം എടുത്ത റീല് 93 വീഡിയോ എടുത്തിട്ട് ഒരു 30 സെക്കൻഡ് റീല് ചെയ്ത ആദ്യത്തെ റീല്. ഇന്ന് ഞാൻ ആ 93 വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അതിലൊരു 80 എണ്ണം വൺ ടേക്കിലേക്ക് എടുത്തിട്ട് തീർത്തിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട്. സോ ദാറ്റ് ഇസ് എ ഡിഫറൻസ്. അത് 6 yearsന്റെ ജേർണിയാണ്, കണ്ടിന്യൂസ് ജേർണിയാണ്. ഇറ്റ്സ് എ മസിൽ ദാറ്റ് ഹാപ്പൻ. കറക്റ്റ്. വീഡിയോ എടുക്കണോടത്തും അല്ല പ്രശ്നം, ആ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ എടുക്കണ സമയം. വീഡിയോ ഒക്കെ ചെയ്യും, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീൻസ് ഒന്നുമില്ല സംഭവം, ഇറ്റ്സ് ജസ്റ്റ് എ 1 second തിങ്. പക്ഷെ അത് ചെയ്യിപ്പിക്കാൻ, പക്ഷെ ദ മൊമെന്റ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് their world will change upside down. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ടെഡ് ടോക്ക് ദ നെയിം ഇസ് ജംപ് ഫസ്റ്റ് തിങ് സെക്കൻഡ്. ഞാൻ
ഞാൻ സംഭവം അവിടെ എൻ്റെതായിട്ട് എത്തിച്ചേർന്നിട്ടൊരു എൻ്റെ ഒരു ലൈഫ് പ്രിൻസിപ്പിളാണ്, ഫിലോസഫിയാണ്. നിങ്ങൾ ആദ്യം സ്റ്റെപ്പ് എടുത്ത് വെക്കുക, എന്നിട്ട് ചിന്തിക്കുക എന്താണെന്നുള്ളതിലേക്ക്. ഞാൻ ലൈഫ് ജീവിച്ചതും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ജീവിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ അൺനോയിങ്ങിൽ അവിടെ എത്തിപ്പോയതാണ്. ബട്ട് ആൾക്കാർ അതിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്, എപ്പോഴും നമ്മൾ ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യും. ബട്ട് എൻ്റെ ലൈഫ് ആക്ച്വലി മാറ്റിയൊരു ബുക്ക് ഉണ്ട്, ബ്ലിങ്ക് എന്ന് പറയും, മാൽക്കം ഗ്ലാഡ്വെലിന്റെ ഒരു ബുക്കാണ് ബ്ലിങ്ക്. ഇറ്റ്സ് ലൈക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് എന്താ വേണ്ടത്. നമ്മളൊരു സാധനം കാണുമ്പോൾ ദർ ഇസ് എ ഫസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ ഉണ്ട്, ബട്ട് നോബഡി ബിലീവ്സ് ദാറ്റ്. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂല. എല്ലാവരും പ്രോസ് കോൺസ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ചിന്തിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന സമയത്തേക്ക് ബ്രെയിൻ വിൽ ഓട്ടോമാറ്റിക്കലി പുൾ യു ബാക്ക്. കാരണം എന്താ, ബ്രെയിൻ ഇസ് നോട്ട് ഡൂയിങ് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഡസന്റ് ലൈക്ക് യു, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അതുകൊണ്ട് ബ്രെയിൻ അവിടത്തേക്ക് എത്തുന്നതിന് മുന്നേ വൺസ് യു ഗെറ്റ് എൻ ഇൻറ്റ്യൂഷൻ സംതിങ്, ബിലീവ് ഇൻ ദാറ്റ്, ട്രസ്റ്റ് യുവർ ഗട്ട്സ്, ജംപ് ഫസ്റ്റ് എന്നിട്ട് ചിന്തിക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം ഒന്നും നടക്കൂല. മാത്രമല്ല ദർ ആർ 2 ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ഇൻ ലൈഫ്. ആകെ 2 ടൈപ്പ് ഓഫ് ഡിസിഷൻസേ ഉള്ളൂ. ഒന്ന് 1 വേ, ഒന്ന് 2 വേ. 1 വേ ഡിസിഷൻ എന്ന് വെച്ചാൽ ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിക്കവറി ഇല്ല, വെരി ഹ്യൂജ് കോൺസിക്വൻസസ് ആണ്. വേറെ ടൈപ്പ് ഡിസിഷൻസ് കഴിഞ്ഞാൽ ഒന്ന് എടുത്താൽ ദർ വിൽ ബി അനദർ ഓപ്ഷൻ, ലൈക്ക് യു ക്യാൻ ഗോ ലെഫ്റ്റ് ഓർ റൈറ്റ്. നമ്മൾ എല്ലാ ഡിസിഷൻസും സോൾവ് ചെയ്യുന്ന ഒരേ തരത്തിലാണ്. ഇപ്പൊ ലെഫ്റ്റ് ഓർ റൈറ്റ് ഉള്ള ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. യു ഹാവ് എൻ ഓപ്ഷൻ, ലെഫ്റ്റ് പോയിട്ട് ശരിയല്ല, യു ക്യാൻ ഗോ റൈറ്റ്. മറ്റെടുത്താണെന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ ടൈം യു നോ വാട്ട് ടു ഡു, ബട്ട് അവിടെ നിങ്ങൾ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് അത് എടുക്കുന്നുണ്ടാവില്ല. സോ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ടേക്ക് ആക്ഷൻസ്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റാഗ്നന്റ് ആയിരിക്കും. സോ ദിസ് ഇസ് എ പ്രോബ്ലം. അത് എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഞാൻ ആരോടോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിസിഷൻ എടുക്കണം. നമ്മൾ ഈ പിന്നെ കുറെ പ്രോസും കോൺസും ആലോചിച്ച് ഒരു ഡിസിഷനിലേക്ക് എത്തൂല. ഈവൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിലല്ലേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദ ബെസ്റ്റ് ബിസിനസ്സസ്, ലൈക്ക് ദ മോസ്റ്റ് സക്സസ്ഫുൾ ബിസിനസ്സസ്, ദേ ആർ വെരി ഗുഡ് അറ്റ് ടേക്കിംഗ് ഡിസിഷൻസ്. എത്ര ഫാസ്റ്റർ ആയിട്ട് അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നോ അത്ര ഫാസ്റ്റർ ആയിട്ട് ബിസിനസ്സസ് ഗ്രോ ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ലെവറേജ്. ഇപ്പോൾ ഐ തിങ്ക് ലാസ്റ്റ് ടൈം ഹാരിസ് വന്ന സമയത്തും ഈ സ്പോക്ക് അബൌട്ട് ലെവറേജ്, അബൌട്ട് പേഴ്സണൽ ബ്രാൻഡ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ബട്ട് in my opinion the leverage also comes in terms of how fast you are able to make decisions. കാരണം നമുക്ക് നമ്മളൊരു ന്യൂസ് കിട്ടി, ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇന്നൊരു ട്രെൻഡ് വരാൻ പോവാണ്, ഇന്നൊരു റിക്വയർമെന്റ് വരാൻ പോവാണ്, ഇന്നൊരു പ്രൊഡക്റ്റിന് റിക്വയർമെന്റ് വരാൻ പോകും എന്നൊക്കെ നമുക്കറിയാം. പെട്ടെന്നായിരിക്കും വിചാരിക്കണേ വേറൊരാളെ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാരണം തന്നെ വി ന്യൂ ആറ്റ്, ബട്ട് ആ സംബന്ധം ചെയ്യാൻ ഡിസിഷൻ നമ്മൾ എടുത്തില്ല. ആക്ഷനിലേക്കാളും മേലെ ഡിസിഷൻ എടുത്തില്ല. ദാറ്റ് ഇസ് എ പ്രോബ്ലം. യു ഹാവ് ടു ആക്ട്, യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇത് തന്നെയാണ് എനിക്ക് 99% ആൾക്കാർക്ക് മിസ്സിങ് പാർട്ട്. ഇതാണ് ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. അതെടുക്കൂല. അത് എടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ് ഫോർ ഹിം ടു ടേക്ക് ദാറ്റ് സിമ്പിൾ സ്റ്റെപ്പ്. ഞാൻ ഐ തിങ്ക് ഞാൻ ലാസ്റ്റ് ടൈം ദുബൈയിൽ പോയ സമയത്ത് ഐ വാസ് ഓൺ എ കോൺവെർസേഷൻ വിത്ത് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ. അവർ ഐ തിങ്ക് ഒരു $1 billion കമ്പനിയാണ്. And they had $1 billion കമ്പനിയാണ്. ഓക്കെ, ഒരു ടെക് കമ്പനിയാണ്. ആൻഡ് ദേ ഹാഡ് അറൌണ്ട് 1000+ എംപ്ലോയീസ് ഉണ്ടായി. ആൻഡ് ഇപ്പം ആ ടീം അറൌണ്ട് 300 മെമ്പർ ടീമാണ്. ഒരു പോയിന്റിൽ ഐ തിങ്ക് 2014-13 സമയത്ത് ദേ വർ അറൌണ്ട് 1500-1800 മെമ്പർ ടീം എന്തായിരുന്നു. ദേ വർ വർക്കിംഗ് വിത്ത് എനി നെയിംസ് യു ടേക്ക്, ലൈക്ക് മൈക്രോസോഫ്റ്റ്, IBM ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അവരുടെയൊക്കെ ടെക് പ്രൊവൈഡേഴ്സ് ആയിരുന്നു ഈ കമ്പനി. ഇന്ന് ദേ ആർ ജസ്റ്റ് എ 300 മെമ്പർ ടീം, റൈറ്റ്? ആൻഡ് ആ ട്രാൻസിഷൻ ഇറ്റ് ടുക്ക് ദം 7 years. ഓക്കെ, അവർ പറഞ്ഞു വെച്ചാൽ ആ 7 years എടുത്തിട്ടാണ് ട്രാൻസിഷനിലേക്ക് എത്തിയത്. ബട്ട് ഞാൻ 7 years എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ ഐ ഷുഡ് ഹാവ് ബീൻ മോർ ക്വിക്കർ. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ് ദാറ്റ് പേഴ്സൺ. ആ ഫൗണ്ടർക്കുള്ള റിഗ്രറ്റ് എന്താ വെച്ചാൽ ഐ ഷുഡ് ഹാവ് ബീൻ മോർ ക്വിക്കർ വിത്ത് ദാറ്റ് ട്രാൻസിഷൻ എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനത്തെ ഒരു ട്രാൻസിഷനിലേക്ക് പോയത്? അവരുടെ ഇന്റേണൽ ലൈക്ക് ഐ തിങ്ക് സം ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. ബട്ട് ആ ട്രാൻസിഷൻ ബേസിക്കലി കട്ട് ഷോട്ട് ചെയ്യാനുണ്ടായിരുന്നത് എസെൻഷ്യൽ ആയിരുന്നു കമ്പനിക്ക്. ഇന്നും ആ കമ്പനി $1 billion കമ്പനിയാണ്. ബട്ട് അന്ന് റൺ ചെയ്ത കമ്പനി വാസ് 2000+ പീപ്പിൾ, ഇന്ന് 300+ പീപ്പിൾ ആണ്. പക്ഷെ ആ കമ്പനിക്ക് എസെൻഷ്യൽ ഉണ്ടായിരുന്നത് ഇത്ര മാത്രമാണ്. ആൻഡ് അയാൾ ഭയങ്കര ടഫാണ്. ബട്ട് ഹി വാസ് ലൈക്ക് ഐ കുഡ് ഹാവ് ബീൻ മോർ ഫാസ്റ്റർ വിത്ത് ദ ഡിസിഷൻ. സോ എന്നാലേ ദ കമ്പനി വുഡ് ഹാവ് ബീൻ ബെറ്റർ. ഇന്നത്തേക്ക് വുഡ് ഹാവ് ബീൻ എന്താ പറയാ ഒരു $multi billion കമ്പനി ആയിട്ടുണ്ടാവും. കറക്റ്റ്. എനിവേസ്, എനിക്ക് മനസ്സിലായത് കണ്ടന്റ് ഈസ് ടു ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു കീപ് ഇന്നോവേറ്റിംഗ് യുവർ സെൽഫ്. ഓക്കെ, ബിഫോർ വി വൈൻഡ് അപ്പ് ദിസ്, റിസ്വാൻ ജിമ്മിൽ പോകണ്ടോ? യു ലുക്സ് ഓഫ് ഇറ്റ്. എന്തൊക്കെ ബുക്സ് ആണ് വായിക്കുന്നത്? ഹൗ ഡസ് എ റൂട്ടീൻ ഫോർ യു, ഡെയിലി റൂട്ടീൻ ലുക്ക് ലൈക്ക്? ഞാൻ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റൂട്ടീൻ ജീവിച്ച ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. വൺ തിങ് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം
എൻ്റെ ജേർണി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സംബന്ധിച്ചാൽ യു ഷുഡ് നോട്ട് ടേക്ക് ലൈഫ് ടു സീരിയസ്ലി എന്നുള്ളതാണ്. ബട്ട് പ്രയോറിറ്റീസ് അനുസരിച്ചിട്ടായിട്ട് നമ്മൾ ടൈം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നൗ ദാറ്റ് ഈസ് ഹൗ ഐ എം ഡൂയിങ്. ദ ഓൺലി തിങ് ഐ എം റൈറ്റ് നോ ഫോക്കസ്ഡ് ഓൺ ഇസ് ഞാൻ എവിടെയാണോ അവിടെ 100% പ്രസന്റ് ആവുക എന്നുള്ളത് മാത്രമാണ്. സോ ഇഫ് ഐ എം അറ്റ് ദി ഓഫീസ് 100% ഓഫീസിന് വേണ്ടിയിട്ടായിട്ടാണ്. ഇഫ് ഐ എം വിത്ത് മൈ വൈഫ് അങ്ങനെയാണ്. ഇഫ് ഐ എം ലൈക്ക് എനിക്ക് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് വേറെ ഐ വോണ്ട് ടു ബി ദിയർ 100%. അതിൻ്റെ ഇടയിൽ ടൈമായി ഇതായി അടുത്തതാണ്. ഐ എം നോട്ട് ലിവിങ് ലൈഫ് കാൽക്കുലേറ്റഡ് എന്നാണ് ഇപ്പോൾ ചിന്തിക്കണേ. ആൻഡ് ഇപ്പോൾ റുട്ടീന് പറയുകയാണെന്നുണ്ടെങ്കിൽ നൗ ഇപ്പോൾ കുറച്ച് മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഏർലി റൈസറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഐ എം നോട്ട് ദാറ്റ്. നൗ ഐ എം ഫോക്കസ്ഡ് ഓൺ എ ഹെൽത്തി ലിവിങ്, മോർ ഫങ്ഷണൽ ലിവിങ് ആണ്. ഞാൻ ഉറങ്ങേണ്ടത്ര ഉറങ്ങും, രാത്രി അതേപോലെ തന്നെ എനിക്ക് വാട്ട് മൈ ബോഡി സേസ് ഐ ബിലീവ് ഇൻ ദാറ്റ്. നൗ ഐ ഫോളോ ദാറ്റ്. പുസ്തകമാണെന്നുണ്ടെങ്കിലും ഒരു സമയത്ത് ഐ വാസ് ഓൺലി ഇൻ ടു സെൽഫ് ഗ്രോത്ത് ബുക്സ്. ഇപ്പം ഞാൻ ആ ഭാഗത്തേക്കേ പോകാറില്ല. ഇപ്പം ഫിക്ഷൻ പ്ലസ് ഇപ്പം ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് മാത്രമുള്ള പുസ്തകങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫൈനാൻസ്, ഞാൻ കോളേജിൽ ചെയ്യാത്ത കാര്യം ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. ആക്ച്വലി ഇപ്പം ഫൈനാൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സിസ്റ്റംസ്, അതാണ് നിനക്ക് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള സാധനം അതാണ്. ബിക്കോസ് യു ആർ ഗ്രോയിങ്. അപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അല്ലാണ്ട് ഇപ്പം ഐ ഡോണ്ട് റെക്കമെൻഡ് എനി ബുക്സ് ഓൾസോ. ബട്ട് ദർ ഇസ് വൺ ബുക്ക് ദാറ്റ് ഐ വോണ്ട് ടു റെക്കമെൻഡ് ടു ഓൾ ദി ഓൺടർപ്രണേഴ്സ്. ഐ തിങ്ക് സ്പെഷ്യലി ഈ ചാനലിന് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും റെലവെന്റ് ആയിരിക്കും. ഹൈ ഔട്ട്പുട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഇന്റലിന്റെ പഴയ CEO ഐ തിങ്ക് 1980s എഴുതിയ ബുക്കാണ്. ഇന്നും റെലവെന്റ് ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു മാനേജ് എ ടീം. സിസ്റ്റം ബിൽഡിംഗ് ആണ് പ്രോപ്പർലി. അതും ഫുൾ ലേമൻ ലാംഗ്വേജിൽ അയാളുടെ ഡെയിലി റൂട്ടീൻസ് അടക്കം ബേസ് ചെയ്തിട്ട് അയാൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദെയർ യു അണ്ടർസ്റ്റാൻഡ് മോസ്റ്റ് ഓൺടർപ്രണേഴ്സ് ഫൗണ്ടേഴ്സിനുള്ള ഒരു ഗിൽട്ടും കൂടിയാണ്. എൻ്റെ എല്ലാ ദിവസവും മീറ്റിംഗ്സിലാണ് പോണേ, ടൈം മീറ്റിംഗ്സിലാണ് പോണേ എന്നുള്ളത്. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് ഓൾ യു ഹാവ് ടു ഡു. സോ ആ ഒരു റിയലൈസേഷൻ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കിട്ടാനുണ്ട്. മോർ ഹെൽത്തി ഫങ്ഷണൽ ലിവിംഗ് ആയിട്ടാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ എം. അപ്പം ഡെയിലി ബുക്ക് വായിക്കാൻ ഒരു സമയം അങ്ങനെയൊന്നുമില്ല. ഇഷ്ടമുള്ളപ്പോൾ വായിക്കും, ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോൾ തിന്നും. ഇപ്പൊ അങ്ങനെയാണ്. ഐ എം ജസ്റ്റ് ഗോയിങ് ഓൺ മൈ ഓൺ പേസ്, ഓൺ മൈ ഓൺ റൂൾസ്. ഫൈൻ. അടിപൊളി കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ തിരിച്ചു പോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റീ അനലൈസ് ചെയ്യണം. എനിവേസ്, താങ്ക് യു ഫോർ കമ്മിങ് ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു ഫോർ ഹാവിംഗ്. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം വെൻ ഹാരിസൺ കോ ഹിറ്റ്സ്. ഇപ്പൊ എത്ര റവന്യൂ ഉണ്ട്? കോൺഫിഡൻഷ്യൽ ആണ് ആക്ച്വലി. കോൺഫിഡൻഷ്യൽ ആണ്. ഓക്കെ. സോ സേ ക്രോർസ് ആൻഡ് ക്രോർസ് ഓഫ് റവന്യൂ ഹിറ്റ് ചെയ്യുന്നവരെ then we'll do again one more podcast on how you scaled it up. Sure. Thank you.